ശ്രീമുഖി തൃതീയാധ്യായം സൂക്തബ്രാഹ്മണ ദ്വിതീയമന്ത്രം സഹോവാച ഉഷസ്തശ്ചക്രായണോ യഥാ വിബ്രൂയാത് അസൗ രസൗ അശ്വ ഇതി ഏവമേവ ഏതദ്വ്യപതിഷ്ഠം ഭവതി യദേവ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ യ ആത്മാ സർവാന്തരഃ തം മേ വ്യജക്ഷ ഇതി ഏഷ ആത്മാ സർവാന്തരഃ പരമോ യാജ്ഞവൽക്യ സർവാന്തരഃ ന ദൃഷ്ടൈർദൃഷ്ടാരം പശ്യേർ ന ശ്രുതിർശ്രോതാരം ശൃണുയാ ന മതൈർമന്ദാരം മന്വേഥ ന വിജ്ഞാതൈർവിജ്ഞാതാരം വിജാനീയാ യേശത ആത്മാ സർവാന്തരോ അതോ അന്യഥാർത്ഥം തദോഹ ഉഷസ്തചക്രായണ ഉപരരാമ. സഹോവാച ഉഷസ്തചക്രായണോ യഥാ കശ്ചിദന്യഥാ പ്രതിജ്ഞായ പൂർവം പുനർവിപ്രതിപന്നോ ബ്രൂയാത് അന്യഥ അസൗ ഗോ അസൗ അശ്വോ യശ്ചരതി ധാവതീതി വാ പൂർവം പ്രത്യക്ഷം ദർശയാമീതി പ്രതിജ്ഞായ പശ്ചാത് ചലനാദി ലിംഗൈർവ്യപദിശ്യതി ഏവമേവ ഏതദ് ബ്രഹ്മ പ്രാണനാദി ലിംഗൈർവ്യപദിഷ്ടം ഭവതി ത്വയാ. ഒരാൾ ആദ്യം ഒരു കാര്യത്തിൽ ഞാനിതാ നിനക്ക് പ്രത്യക്ഷമായി പറഞ്ഞു തരാം അല്ലെങ്കിൽ കാണിച്ചു തരാം എന്നെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ മാറ്റി പറയും. അതുപോലെയാണ് ഇവിടെ പറഞ്ഞത്. യ പ്രാണേന പ്രാണിതി സതേ ആത്മാ എന്ന് പറഞ്ഞു. കഥമയാജ്ഞവൽക്യ സർവാന്തര ചോദ്യം. യാജ്ഞവൽക്യ ഏതാണ് ഈ സർവാന്തരമായിരിക്കുന്ന ആത്മാവ് എന്ന് ചോദിച്ചാൽ നേരിട്ട് കാണിച്ചു കൊടുക്കണം. തേ ആത്മാ സർവാന്തര എന്നാണ് മറുപടി പറഞ്ഞത്. അത് സർവാന്തരമാണ്. അത് അംഗീകരിച്ചു. ശരി, ഏതാണ് ആ സർവാന്തരമായ ആത്മാവ്? അതിന് പറഞ്ഞു യ പ്രാണേന പ്രാണിതി, അപാനേന അപാനിതി. അത് നേരിട്ടല്ല പറയുന്നു, വളച്ചു പറയുകയാണ്. ഇങ്ങനെ വളച്ചിട്ടില്ലാതെ നേരിട്ട് പറയുന്നു. അതാണ് സർവാന്തര എന്ന് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു, ആത്മാവിന് വ്യക്തമായി പറയുകയാണ്. പക്ഷെ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഏതുകൊണ്ടാണോ പ്രാണം വ്യാപാരം നടക്കുന്നു, അപാനം വ്യാപാരം നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ പ്രത്യക്ഷമായി പറയുകയല്ല. നേരത്തെ പറഞ്ഞല്ലോ, പശുവിനെ കൊമ്പിൽ പിടിച്ച് കാണിച്ചു കൊടുക്കണം, ഇതാണ് പശു. അത് പ്രത്യക്ഷമായി. ഇവിടെ എന്താ പറയുന്നത്? അസൗ ഗൗ യസ് ചലതി,
നടക്കുന്നതാണ് ഗൗ. അസു അശു ധാവതി ഓടുന്നത് കുതിര, ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ക്രിയകളിലൂടെ അതിനെ മനസ്സിലാക്കേണ്ടി വരും. നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മറിച്ച് പശുവിന്റെ കൊമ്പിൽ പിടിച്ച് കാണിക്കുകയാണ് ഇതാണ് പശു. അപ്പം അതുപോലെ സർവാന്തരമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പ്രത്യക്ഷമായി കാണിക്കേണ്ടതാണ്. ഇവിടെ അങ്ങനെയല്ല. എന്തുകൊണ്ടാണോ കാണുന്നത്, കേൾക്കുന്നത്, മണക്കുന്നത് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരിട്ടല്ല. മനഃപൂർവ്വം പ്രത്യക്ഷം ദർശയാമീതി പ്രതിജ്ഞായ, ആദ്യം പ്രത്യക്ഷമായി കാണിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് പശ്ചാത് ചലനാദിലിംഗേ വിരിശ്യത്തി, എന്നിട്ട് ഓടുന്നത് നടക്കുന്നതെന്നെല്ലാം പറഞ്ഞ് പശുവിനെയും കുതിരയും എല്ലാം പരിചയപ്പെടുത്തുന്നത് പോലെ ഏവമേവ ഏതദ് ബ്രഹ്മ പ്രാണനാദിലിംഗേ വ്യപതിഷ്ഠം ഭവതി ത്വയാ. അതുപോലെയാണ് ഈ ബ്രഹ്മത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നേരിട്ട് പറയാതെ പ്രാണ അപാനാദി വ്യാപാരങ്ങൾ കൊണ്ട് അതിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന്, ഇത് ശരിയല്ലെന്നാണ് ചോദ്യകർത്താവിന്റെ അഭിപ്രായം. കിം ബഹുന തെക്വാ ഗോതൃഷ്ണ നിമിത്തം വ്യാജം യദേവ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മയാത്മാ സർവാന്തര തമ്മേ വേചക്ഷു. ഗോതൃഷ്ണാനിമിത്തം എന്നിട്ട് അങ്ങനെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണ്. വാസ്തവത്തിൽ യാജ്ഞവൽക്യം പറഞ്ഞ് എനിക്ക് പശുവും വേണം, ഞാൻ പശുവിനും വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് വാദത്തിൽ ജയിച്ചേ പറ്റൂ. ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെല്ലാം സമാധാനം പറയും. അപ്പൊ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾക്ക് സമാധാനം പറയുക അറിയാവുന്നുള്ള രീതിയിൽ, അതാണ് വ്യാജം. ഇവിടെ ചോദ്യകർത്താവ് പറയുകയാണ് വാസ്തവത്തിൽ തനിക്ക് ഈ ബ്രഹ്മം എന്തെന്നൊന്നും അറിയത്തില്ല. പക്ഷെ അറിയില്ലെങ്കിലും സമാധാനം പറഞ്ഞേ പറ്റും. എന്തുകൊണ്ട്? വന്നിരിക്കുന്നത് ഗോതൃഷ്ണ നിമിത്തമാണ്. പറഞ്ഞല്ലോ നിനക്ക് പശുവിനെ വേണമെന്ന്. അപ്പൊ ധനത്തെ കാക്ഷിച്ചാണ് രാജസദസ്സിൽ വന്നിരിക്കുന്നത്. അപ്പൊ വ്യാജമായി സംസാരിക്കുന്നു, നേരിട്ട് പറയുന്നില്ല കാര്യങ്ങളെ. അല്ലെങ്കിൽ ഏതാണ് പ്രത്യക്ഷം ബ്രഹ്മമെന്ന് ചോദിച്ചാൽ അതിതാണ് എന്ന് പ്രത്യക്ഷമായി കാണിക്കണം, പറഞ്ഞു തരണം. അങ്ങനെയൊന്നും പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് താങ്കളുടെ സംഭാഷണം വ്യാജമാണ്, വഞ്ചനാത്മകമാണ്. ഇവിടെ നിന്ന് സമ്പത്തിന് വേണ്ടി സംസാരിക്കുകയാണ്, അത് കൊണ്ടുപോകണം, അതിനുവേണ്ടി സംസാരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ പോരാ. യദേവ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മയാത്മാ സർവാന്തര തമ്മേവ ചക്ഷു. ആ സർവാന്തരമായിരിക്കുന്ന ആത്മാവിനെ എനിക്ക് പ്രത്യക്ഷമായി ബോധിപ്പിക്കണം. അല്ലാതെ എന്തെങ്കിലും വാചകം പിടിച്ചു വിടുന്ന സ്ഥലം വിടാൻ കഴിയത്തില്ല. ഇതരഹ യഥാ പ്രഥമം പ്രതിജ്ഞാതം തവ ആത്മേവൻ ലക്ഷണൈരി താം പ്രതിജ്ഞാം അനുവർത്തേവ തഥൈവേദോക്തം. അപ്പോ യാജ്ഞവൽക്കം പറയുന്നു, ഈ പറയുന്നതൊന്നും ശരിയല്ല. എന്താണ്? യഥാപ്രഥമം പ്രതിജ്ഞാത തവ ആത്മാ ഏവൻ ലക്ഷണൈ, നിന്റെ സ്വരൂപം അതിന്നതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. സർവാന്തര താം പ്രതിജ്ഞാനം, ഞാൻ അത് തന്നെ എനിക്ക് വീണ്ടും പറയാനുള്ളത്. ഞാനല്ലാതെ വ്യാജമായി വർത്തമാനം പറയുകയല്ല. എന്താണോ ഞാൻ പറഞ്ഞത് അത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. താം പ്രജ്ഞാം അനുവർത്തേവ, സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ എന്താണ് അതിനെക്കുറിച്ച് തന്നെ ഞാൻ പറയുന്നു. തഥൈവ യഥോക്തമയ, ഞാനത് എങ്ങനെയാണോ ആദ്യം പറഞ്ഞത് അത് തന്നെയാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. സർവാന്തരം എന്ന് പറഞ്ഞല്ലോ, അതിനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. പ്രാണേന പ്രാണിതി എന്നെല്ലാം പറഞ്ഞ ആ തത്വത്തെ തന്നെയാണ്. എന്ന് വെച്ചാൽ ആ തത്വത്തെ വിശദീകരിക്കുന്നതിന്റെ രീതി ഇതാണ്. അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ അതിനെ പ്രത്യക്ഷമാക്കി കാണിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു വസ്തുവല്ല അത്. അതുകൊണ്ട് തഥൈവ യഥോക്തമായ, ഞാൻ പറഞ്ഞത് ആ രീതി തന്നെയാണ്. ഈ തത്വത്തെ ഈ പറഞ്ഞ രീതിയിൽ അല്ലാതെ മനസ്സിലാക്കാൻ വേറെ വഴിയില്ല.
യത് പുനരുക്തം തം ആത്മാനം ഘടാധിപത് വിഷയീകുരു ഇതി തത് അശക്യത്വം എന്നൊക്കറിയാം. അതാണ് ഇപ്പോൾ നിന്റെ ആവശ്യം എന്താണ്? അതിനെ വിഷയമായി ഗ്രഹിക്കണം. അതുകൊണ്ടല്ല ഒരു പശുവിനെ കൊമ്പിൽ പിടിച്ച് മുമ്പ് നിർത്തിയിട്ട് ഇത് പശു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ആ കേൾവിക്കാരന് ബോധ്യം വരുന്നത് ഇത് പശുവാണ്. ഘടാധിപത് വിഷയീകുരു, അതുപോലെ സ്വസ്വരൂപത്തെ വിഷയമാക്കാനാണ് നീ ആവശ്യപ്പെടുന്നത്. തത് അസത്യത്വം എന്നൊക്കറിയത് അത് സാധ്യമല്ല. അതിനെ വിഷയമാക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. തദശക്യത്വ, അത് അസംഭവമാണോ? തദാത്മതത്വം ന പ്രത്യക്ഷേണ പ്രദർശിതേ തഥാ നിർദ്ദേശിച്ചും അശക്യത്വ. പശുവിനെ മുമ്പ് കൊണ്ടു നിർത്തുന്നത് പോലെ ആത്മതത്വത്തെ മുമ്പ് കൊണ്ടു നിർത്താനൊക്കത്തില്ല. പ്രത്യക്ഷമായതിനെ പ്രദർശിപ്പിക്കാൻ സാധ്യമല്ല. തദശക്യത്വം, അത് അശക്യമാണ്. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല, എനിക്കത് ചെയ്യാൻ കഴിയില്ല. നീ അതാണ് ആഗ്രഹിക്കുന്നത്, അത് സാധ്യമല്ല. കസ്മാത് പുനഃതദശക്യം, ആത്മാ എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിനെ പ്രത്യക്ഷമായി കാണിച്ചുകൂടാ? എന്തുകൊണ്ടത് അശക്യമായിരിക്കുന്നു? പ്രത്യക്ഷമാക്കാൻ കഴിയില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു? പ്രത്യക്ഷമാക്കുന്ന പറഞ്ഞാൽ മറ്റു വിഷയങ്ങളെ, ശബ്ദസ്പർശാദികളെ പ്രത്യക്ഷമായി ഗ്രഹിക്കുന്നത് പോലെ എന്തുകൊണ്ട് തദശക്യം, അതിന് പ്രത്യക്ഷമായി ഗ്രഹിക്കാൻ കഴിയില്ല? പറയുന്നു അതിന് പറയുന്നു വസ്തു സ്വാഭാവിക. ഇതാണ് ഇവിടെ ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം. അത് ഓരോ വസ്തുവിനും ഓരോ സ്വഭാവമുണ്ട്. ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾക്കൊക്കെ അതാതിന്റെ സ്വഭാവമുണ്ട്. അതിനെല്ലാം ഇന്ദ്രിയ പ്രത്യക്ഷമാകുക എന്ന് പറയുന്നത് അതിന്റെ സ്വഭാവമാണ്. ശബ്ദം ശ്രവണേന്ദ്രിയം ഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? രൂപത്തെ, നിറത്തെ ചക്ഷുരേന്ദ്രിയം ഗ്രഹിക്കുന്നു. എന്താ അങ്ങനെ സംഭവിക്കുന്നത്? ആ വസ്തുവിന്റെ സ്വഭാവമാണ്. ഗ്രഹിക്കുക എന്ന് പറയുന്നത് ഇന്ദ്രിയത്തിന്റെ സ്വഭാവം. ആ ഗ്രഹണത്തിന് വിഷയമാകുക എന്ന് പറയുന്നത് ആ വിഷയത്തിന്റെ സ്വഭാവം. അപ്പോൾ പ്രത്യക്ഷമാകുക എന്ന് പറയുന്നത് വസ്തുവിന്റെ സ്വഭാവമാണ്. അതുപോലെ ആത്മതത്വം, സ്വസ്വരൂപം, അത് പ്രത്യക്ഷമാകുന്നില്ല. ഇതുപോലെ ഈ വിഷയങ്ങളെപ്പോലെ അത് പ്രത്യക്ഷമാകുന്നില്ല. അതതിന്റെ സ്വഭാവമാണ്. സ്വഭാവത്തെ മാറ്റാൻ കഴിയത്തില്ലല്ലോ. ഓരോന്നിനും ഓരോ സ്വഭാവമാണ്. സ്വഭാവത്തെ മാറ്റാൻ കഴിയില്ല. സ്വഭാവത്തെ ഗ്രഹിക്കാനേ കഴിയും. ഇന്നതാണ് എന്ന്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് എന്താണ്? ജ്ഞാനം അത് വസ്തുതന്ത്രമാണ്, കർത്തൃതന്ത്രമല്ല. വസ്തു എങ്ങനെയാ അതങ്ങനെ പ്രകാശിപ്പിക്കുന്നു. എവിടെയായാലും ശരി, ഏത് വിഷയത്തെ സംബന്ധിച്ചാലും ശരി, ആത്മാവായാലും ശരി, അനാത്മാവായാലും ശരി, എവിടെയായാലും വസ്തുക്കളെ അതുപോലെ പ്രകാശിപ്പിക്കുക. അത്രയേ ഉള്ളൂ ജ്ഞാനം. അതിലപ്പുറം ജ്ഞാനം കൊണ്ടൊന്നും സാധിക്കത്തില്ല. ജ്ഞാനത്തിൽ നിന്ന് അതിലപ്പുറമൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. രൂപത്തെ ചക്ഷുരേന്ദ്രിയം പ്രകാശിപ്പിക്കുന്നു, ശബ്ദത്തെ ശ്രവണേന്ദ്രിയം പ്രകാശിപ്പിക്കുന്നു. അതിനപ്പുറം ജ്ഞാനത്തിനവിടെ എന്ത് ചെയ്യാൻ പറ്റും? ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ ജ്ഞാനത്തിന് കഴിയത്തില്ല. വസ്തു സ്വഭാവത്തെ അതിക്രമിക്കാൻ കഴിയും. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകാതിരിക്കുക എന്ന് പറയുന്നതാണ് ആത്മവസ്തുവിന്റെ സ്വഭാവം. അത് നാമരൂപ ശൂന്യമായ ഒന്നാണ്. നാമരൂപശൂന്യമായിരിക്കുന്ന ഒന്ന് എങ്ങനെ പ്രത്യക്ഷമാകാൻ സാധ്യമല്ല. കിം പുനസ്തദ് വസ്തു സ്വാഭാവ്യം. ശരി, അപ്പൊ എന്താണ് ഈ സ്വഭാവം എന്ന് പറയുന്നത്? ആത്മാവിനെ സംബന്ധിച്ച്, സ്വസ്വരൂപത്തെ സംബന്ധിച്ച് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ ആത്മാ സർവാന്തര എന്നെല്ലാം പറഞ്ഞ
ആത്മവസ്തുവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? പറയുന്നത് ദൃഷ്ട്യാദി ദൃഷ്ടൃത്വം. ദൃഷ്ട്യാദികളെയും, ദൃഷ്ടി ഞാൻ കാണുന്നു, കാണുന്നതിന് ഉപകരിക്കുന്ന കണ്ണ് ദൃഷ്ടി, കാഴ്ച ദർശനം, വിഷയം ദൃശ്യം. ദൃഷ്ടി, ദർശനം, ദൃശ്യം. അതുപോലെ സർവത്ര ശ്രോതാവായിരിക്കുന്നു, മന്ദാവായിരിക്കുന്നു, വിജ്ഞാതാവായിരിക്കുന്നു. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ അറിയുന്നവൻ, അറിയപ്പെടുന്ന വിഷയങ്ങൾ, അറിവ് ഇങ്ങനെ പിരിഞ്ഞു നിൽക്കുകയാണ് പലതരത്തിൽ. ഇതിന്റെ എല്ലാം ദ്രഷ്ടാവായിരിക്കുന്നത്, ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്നവനായിരിക്കുന്നത് അതാണ് ദൃഷ്ട്യാദി ദൃഷ്ടത്വം. അതാണ് ഇതിന്റെ സ്വഭാവം. അല്ലാതെ ദൃഷ്ടിയുടെ വിഷയമാകുക എന്നുള്ളതല്ല. അത് ദൃഷ്ടിയും പ്രകാശിപ്പിക്കുന്നു. അതിന്റെ വിഷയമാണ് സർവവും എന്ന് പറയും. അതുകൊണ്ട് അതിനെ പറയും അത് സർവസാക്ഷിയാണ് എന്ന് പറയും. സർവസാക്ഷി എന്ന് പറയുമ്പോൾ വിഷയത്തെക്കുറിച്ചുള്ള അറിവ്, ആ അറിവിനെ ഉണ്ടാക്കുന്ന ഇന്ദ്രിയം, ആ ഇന്ദ്രിയത്തെ ഒരു കർണമായി ഉപയോഗിക്കുന്ന ദ്രഷ്ടാവ്, ശ്രോതാവ്, മന്ദാവ്, വിജ്ഞാതാവ്, അങ്ങനെ ആ ജീവൻ. ഞാൻ കാണുന്നവനാണ്, ഞാൻ കേൾക്കുന്നവനാണ് എന്ന് സ്വയം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ജീവൻ, അതിനെയും പ്രകാശിപ്പിക്കുന്നവൻ, അതിനും സാക്ഷിയായിരിക്കുന്നവനെന്ന് പറയുന്നു. അതുകൊണ്ടാണ് സാക്ഷി എന്ന് പറയുന്നത്. കണ്ണിന്റെ കണ്ണ് എന്ന് പറയുന്നു. കണ്ണിന്റെയും കണ്ണായിരിക്കുന്നു. പിന്നെ പറയും മനസ്സിന്റെയും കണ്ണായി. കണ്ണിന്റെ കണ്ണ് മനസ്സെന്ന് പറഞ്ഞാൽ മനസ്സിന്റെയും കണ്ണായിരിക്കുന്നു. മനസ്സിനെയും പ്രകാശിപ്പിക്കുന്നു. എന്റെ മനസ്സ് പ്രവർത്തിക്കുന്നു, എന്റെ അറിവിൽ ആ വിഷയം പ്രകാശിക്കുന്നു. ഇങ്ങനെല്ലാം പറയുന്നിടത്ത് ആ അറിവിനെ പോലും പ്രകാശിപ്പിക്കുന്നു. എനിക്കറിവുണ്ടെന്ന് പറയുന്നില്ല, അറിവിനെ പോലും പ്രകാശിപ്പിക്കുന്നത്. അങ്ങനെ സർവസാക്ഷി എന്ന് പറയുന്നു. ഇവിടെ ഭാഷ്യകാരൻ സാക്ഷി എന്നുള്ളതല്ല ആ പദമല്ല ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്? സർവസ്വാഭാവികം എന്ന് വെച്ചാൽ സ്വരൂപം എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നു. സാക്ഷി എന്നാണ് വ്യാഖ്യാതാക്കളെല്ലാം പറയുന്നത്. അത് ശരിയാണ്. ഏതൊന്നിന്റെ ചൈതന്യം കൊണ്ടാണോ എല്ലാം ചൈതന്യവത്തായിരിക്കുന്നത്, ഏതൊരു അപരോക്ഷമായ അറിവിലാണോ എല്ലാം പ്രകാശിക്കുന്നത്, അതുകൊണ്ട് അതിന് സർവസാക്ഷി എന്ന് പറയാം പറ്റില്ല. ബാക്കിയുള്ളതെല്ലാം സാക്ഷ്യം. എന്തെല്ലാം അറിവിന് വിഷയമാകുന്നു അതെല്ലാം സാക്ഷ്യം. എല്ലാത്തിനും വിഷയമാക്കുന്ന ആ കേവലമായ അറിവ് സാക്ഷി. പക്ഷെ അവിടെ ഒരു ഭേദപ്രതീതി വരുന്നു. സാക്ഷ്യം സാക്ഷി. സാക്ഷി എല്ലാത്തിനും പ്രകാശിപ്പിക്കുന്നു, സാക്ഷ്യമായി വിഷയങ്ങളെല്ലാം. അതിനെ പ്രകാശിപ്പിക്കുന്ന ഒരു സാക്ഷി. ഒരു വെളിച്ചവും അതിന്റെ മുമ്പിലുള്ള വസ്തുവും പോലെ. ഒരു വെളിച്ചം വസ്തുവിനെ കാണാൻ സഹായിക്കുന്നു. വസ്തുവിൽ നിന്ന് അന്യമായിരിക്കുന്ന വെളിച്ചം. വെളിച്ചത്തിന്റെ സഹായത്തോടെയാണ് വസ്തുവിനെ കാണുന്നത്.
സ്വരൂപം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, സർവത്തിന്റെയും സ്വരൂപമായിരിക്കുന്നു സ്വാഭാവികം എന്ന് പറയുന്നു. അവിടെ അങ്ങനെ ഒരു ഭേദവുമില്ല. അത് സച്ചിദാനന്ദ രൂപത്തിൽ സർവസ്വരൂപമായിരിക്കുന്നു. സർവത്തിന്റെയും സ്വാഭാവികം എന്ന് പറയുന്നു. കൂടുതൽ യോജിക്കുന്ന അവിടെയാണ്. സർവത്തിന്റെയും സ്വരൂപമാണ്. പാത്രത്തെ എടുക്കുക. എന്താ പാത്രം? മണ്ണാണ്. നമുക്ക് പറയും പാത്രത്തിന്റെ സ്വരൂപമാണ് മണ്ണ്. ഇതുപോലെ കാര്യകാരണങ്ങളിൽ സർവത്ര മനസ്സിലാക്കുന്നു. അതിന്റെ ഉപാദാനമായിരിക്കുന്നതാണ് ആ കാര്യത്തിന്റെ സ്വരൂപം. പക്ഷെ അവിടെ നിൽക്കുന്നില്ല. ആ മണ്ണെന്തിന്റെ സ്വരൂപമാണ് അന്വേഷിക്കുകയാണ്. അതിന്റെ പിറകിലേക്ക് പോകും. അപ്പോൾ പാത്രത്തിന്റെ സ്വരൂപമായി മണ്ണ്, മണ്ണിന്റെ സ്വരൂപമായി അതിന്റെ അവയവങ്ങൾ, ആ അവയവങ്ങളുടെ സ്വരൂപമായി അതിന്റെ അവയവങ്ങൾ, അങ്ങനെ പിന്നിലേക്ക് പോകുന്നു. പക്ഷെ അത്രയും പിന്നിലേക്ക് പോകാതെ തന്നെ നമുക്കതിന്റെ സ്വരൂപത്തെ മനസ്സിലാക്കും. പറയും അങ്ങനെ പോയി അവസാനം എത്തിച്ചേരുന്നതാണ് അതിന്റെ സ്വരൂപം. അത്രയും പോകേണ്ട കാര്യമില്ല. സ്വരൂപം എന്ന് പറയും പാത്രത്തിനെ എങ്ങനെ ഗ്രഹിക്കുന്നു? അസ്തിത്വനെ ഗ്രഹിക്കുന്നു. മണ്ണിനെ എങ്ങനെ ഗ്രഹിക്കുന്നു? അസ്തിത്വനെ ഗ്രഹിക്കുന്നു. അങ്ങനെ പിന്നിലേക്ക് പോയാലും മുന്നിലേക്ക് വന്നാലും സർവത്ര ഗ്രഹിക്കുന്ന എന്താണ്? അസ്തിത്വം. എന്തുകൊണ്ട്? ആ അസ്തിത്വത്തെ വിട്ടിട്ട് വസ്തുവിനെ ഗ്രഹിക്കാൻ കഴിയില്ല ഒരിക്കലും. പാത്രത്തെയും ഗ്രഹിക്കാൻ വയ്യ, മണ്ണിനെയും ഗ്രഹിക്കാൻ വയ്യ, പരമാണുക്കളെയും ഗ്രഹിക്കാൻ വയ്യ. ഒന്നിനെയും അസ്തിത്വത്തെ വിട്ട് ഗ്രഹിക്കാൻ വയ്യ. ഏതൊന്നിനെയാണോ വിടാൻ കഴിയാത്തതായിരിക്കും അതിന്റെ സ്വരൂപം. അല്ലേ? മണ്ണിനെ പാത്രത്തിന്റെ സ്വരൂപം എന്തുകൊണ്ട് പറയുന്നു? പാത്രത്തിന് മണ്ണിനെ വിടാൻ കഴിയുന്നില്ല, അതിന് വിട്ടുപോകാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ പാത്രം, മണ്ണ്, അതിന്റെ കാരണങ്ങൾ ഇങ്ങനെ പോകുന്ന ആ കാര്യകാരണ പരമ്പരയ്ക്ക് ഒരിക്കലും അസ്തിത്വത്തെ വിടാൻ പറ്റില്ല. സർവത്ര പ്രതീതി എന്താണ്? അസ്ഥി, മൃദസ്ഥി, ഘടമസ്ഥി, പരമാണുസ്ഥി. അപ്പോ ആ അസ്തിത്വപ്രതീതി, അസ്തിത്വാനുഭവം, അതാണ് ഇതിന്റെയൊക്കെ സ്വരൂപം. എന്നുവെച്ചാൽ ആ അസ്തിത്വ അനുഭവത്തെ ആശ്രയിച്ചാണ് ഇതെല്ലാം വ്യവഹാര വിഷയമാകുന്നത്. പാത്രം വ്യവഹാര വിഷയമാകുന്നു മണ്ണിനെ ആശ്രയിക്കുന്നതുപോലെ പാത്രവും മണ്ണും സർവ്വതും, ഒരു ദൃഷ്ടാന്തത്തെ എടുത്ത സർവവും വ്യവഹാര വിഷയമാകുന്ന അസ്തിത്വത്തെ ആശ്രയിച്ചിട്ടാണ്. അവിടെ പറയുന്നത് എന്താണ്? അസ്തിത്വവും വ്യവഹാര വിഷയമാകുന്നു. വ്യവഹാരം എന്ന് പറയുന്നത് മുഖ്യമായിട്ട് എന്താണ്? അറിയുക. അപ്പൊ അസ്തിത്വം എന്ന് പറയുന്നതും അറിവിന് വിഷയമാകും. അസ്ഥി എന്നറിയുന്നു വസ്തുക്കൾ. എപ്പോ അറിവുണ്ടാകുന്നോ അവിടെയെല്ലാം അസ്തിത്വബോധവുമുണ്ട്. എവിടെയായാലും ഏത് വിഷയത്തെ സംബന്ധിച്ചാലും ശരി. നാസ്തിത്വത്തെ സംബന്ധിച്ചാലും ശരി, അതും നിലനിൽക്കുന്നു അസ്തിത്വത്തെ ആശ്രയിച്ച്. ശരി, അപ്പോൾ അസ്തിത്വം ഒരിക്കലും പിരിയാതിരിക്കുന്ന എന്തിനെ? അറിവിനെ. അറിവിനെ ആശ്രയിച്ചാണ് അസ്തിത്വം നിൽക്കുന്നത്. അറിവിനെ വിട്ടിട്ട് അസ്തിത്വം അങ്ങനെ ഉണ്ടോ? ഇല്ല. കാരണം അസ്തിത്വം എന്ന് പറയുന്നത് അറിവിന്റെ തന്നെ പ്രതീതിയാണ്.
അത് ബാഹ്യമായ വിഷയങ്ങളിൽ എങ്ങനെയാണ് അതുപോലെ തന്നിലുമുണ്ട്. തന്നെ കുറിച്ച് പറയുന്നു അഹം അസ്മി, അവിടെ അസ്തിത്വമാണ്. അപ്പോ ആ അസ്തിത്വത്തെ അറിവിന് വിടാൻ കഴിയുന്നില്ല. അസ്തിത്വവും അറിവും വേറെ പിരിയാൻ വയ്യാതെ. എവിടെയൊക്കെ അസ്തിത്വ അനുഭവമുണ്ടോ അവിടെയൊക്കെ അറിവുമുണ്ട്, എവിടെയൊക്കെ അറിവുണ്ടോ അവിടെയൊക്കെ അസ്തിത്വ അനുഭവമുണ്ട്, സർവത്ര. അപ്പോൾ ബാഹ്യമായ വിഷയങ്ങളുടെ സ്വരൂപം സർവത്ര അനുസ്യൂതമായിരിക്കുന്ന അസ്തിത്വം പോലെ ആന്തരികമായിരിക്കുന്ന തന്റെ സ്വരൂപവും അസ്തിത്വം തന്നെ. പക്ഷെ അവിടെ പറയുന്നത് എന്താണ്? അസ്തിത്വത്തിന്റെ പ്രകാശം, അസ്തിത്വത്തിന്റെ അനുഭവം എന്ന് പറയുമ്പോൾ അസ്തിത്വത്തെയും അനുഭവത്തെയും വേർതിരിക്കാൻ വയ്യ. അനുഭവം തന്നെ അസ്തിത്വമായിരിക്കുന്നു, അസ്തിത്വം തന്നെ അനുഭവമായിരിക്കുന്നു. അതെന്തായി? സർവസ്വരൂപമായി, സർവത്തിന്റെയും സ്വരൂപമായിരിക്കുന്നു. അപ്പോൾ ആ സർവസ്വരൂപമായിരിക്കുന്നതിന് അസ്തിത്വമെന്നോ അല്ലെങ്കിൽ അറിവെന്നോ എന്ന് വിളിക്കാം. അത് സ്വതന്ത്രമായി നിലനിൽക്കുന്നു, തികച്ചും സ്വതന്ത്രമാണ്. പാത്രം അത് പോയി, അസ്തിത്വം പോയില്ല. മണ്ണ് പോയി, അസ്തിത്വം പോയില്ല. അപ്പോ ഏത് ഉപാധികളിലൂടെയാണോ അസ്തിത്വം പ്രകടമാകുന്നത് അല്ലെങ്കിൽ അറിവ് പ്രകടമാകുന്നത്, ആ ഉപാധികളെല്ലാം പോയാലും അത് നശിക്കുന്നില്ല. ഉപാധികളെന്ന് പറയുന്നത് അതിനുള്ള വിക്ഷേപങ്ങളാണ്, നാനാത്വങ്ങളാണ്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, നാനാത്വങ്ങളാണ്. പക്ഷെ അവിടെ അസ്തിത്വവും അറിവും അത് ഏകരൂപത്തിലിരിക്കുന്നു. പറഞ്ഞല്ലോ, അറിവിൽ നിന്ന് അസ്തിത്വത്തെ മാറ്റാൻ വയ്യ, അതൊന്നു തന്നെ ഏകരൂപത്തിലിരിക്കുന്നു. ആശയമയം ഇതെല്ലാം മാറുന്നു. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് മാറാതിരിക്കുന്നു, ഏകരൂപത്തിലിരിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ ഏകരസം, ഏകസ്വഭാവം അതിരിക്കുന്നതുകൊണ്ടാണ് അതിന് ആനന്ദം എന്ന് പറയുന്നത്. ശാന്തം, ശിവം, അദ്വൈതം എന്നെല്ലാം പറയും. അതതിന്റെ ഏകസ്വഭാവത്തെ കണക്കിലെടുത്തിട്ടാണ്. മാറ്റമില്ലാത്ത, സ്ഥായിയായ, വിക്ഷേപങ്ങളില്ലാത്ത ശാന്തമായ സ്വഭാവം. അതാണ് ഇതിന്റെയൊക്കെ സ്വരൂപം എന്ന് പറയുന്നത്. അതുകൊണ്ട് അറിവിന് സ്വരൂപമെന്ന് പറയുന്നു, അസ്തിത്വത്തെ സ്വരൂപമെന്ന് പറയുന്നു, അതിനെ സച്ചിദാനന്ദം എന്ന് പറയുന്നു, ബ്രഹ്മം എന്ന് പറയുന്നു, ആത്മാവെന്ന് പറയുന്നു. അപ്പൊ ദ്രഷ്ടാവ്, ദൃശ്യം, ദർശനം എന്നിരിക്കുന്നതിന്റെ എല്ലാം വാസ്തവത്തിലുള്ള സ്വരൂപം എന്താണെന്ന് നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് സച്ചിദാനന്ദമാണ്. അത് സർവാന്തരമാണ്, സർവത്രയുണ്ടല്ലോ. സ്ഥൂലമായി ബഹിർമുഖമായി ചിന്തിക്കുന്നവർക്ക് എളുപ്പം പിടികിട്ടിയെന്ന് വരില്ല. പക്ഷെ സൂക്ഷ്മമായി ചിന്തിച്ചാൽ അത് സ്വഭാവമാണ്, വസ്തുസ്വഭാവമാണ്, സ്വരൂപമാണ്. സർവവസ്തുക്കളുടെയും സ്വരൂപമായിരിക്കുന്നുണ്ട്, തന്റെയും സ്വരൂപമായിരിക്കുന്നുണ്ട്. അതിനെ വിഷയങ്ങളെ പ്രത്യക്ഷമാക്കുന്നത് പോലെ അതിനെ പ്രത്യക്ഷമാക്കാൻ കഴിയില്ല. ശരി, അസ്തിത്വം അനുഭവത്തിന് വിഷയമാകുന്നു, അറിവിനെ അറിയുന്നു, എനിക്കറിവുണ്ടെന്നറിയുന്നു. അപ്പം അതും വിഷയമാകുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് അതിന് അവിഷയം എന്ന് പറയുന്നു? സ്വഭാവം വിഷയമാകുന്നില്ല. അസ്തിത്വം
അറിവ്, ആനന്ദം എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ബുദ്ധിക്ക് വിഷയമാകുന്നുണ്ട്. അത് ശരിയാ. അങ്ങനെ എന്താണോ വിഷയമാകുന്നത് അതിന്റെ സ്വരൂപം വിഷയമാകുന്നില്ലെന്നാണ് ഇവിടെ പറയുന്നു. അപ്പൊ അതിന്റെ സ്വരൂപം അതങ്ങനെ രണ്ടുണ്ടോ? അല്ല, ഒന്ന് തന്നെ. അത് വിഷയമാകുമ്പോൾ, വിഷയരൂപത്തിൽ അനുഭവിക്കുമ്പോൾ, അസ്തിത്വം, അറിവ്, ആനന്ദം ഇങ്ങനെ അനുഭവിക്കുമ്പോൾ അത് വിഷയമാകുന്നു എന്ന് പറയുന്നത് ശരിയാ. പക്ഷെ അതേസമയം തന്നെ അത് അതിന്റെ സ്വരൂപത്തിൽ അവിഷയമായി ഇരിക്കുന്നു. അതാണ് മുമ്പ് നമ്മൾ അപരോക്ഷങ്ങൾക്ക് ചർച്ച ചെയ്തു. അത് വിദിത അവിദിതങ്ങൾക്ക് അപ്പുറമായിരിക്കുന്നു, ജ്ഞാത അജ്ഞാതങ്ങൾക്ക് അപ്പുറമായിരിക്കുന്നു. അതാണ് അതിന്റെ പരമാർത്ഥ സ്വരൂപം. അതാണ് സ്വരൂപം ശരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് അത് പശുവിന്റെ കൊമ്പിനെ പിടിച്ച് കാണിക്കുന്ന പോലെ അതിനെ പിടിച്ച് മുമ്പ് കൊണ്ട് നിർത്തി കാണിക്കാൻ കഴിയത്തില്ല. താൻ സർവത്തെ അറിയുന്നു, സർവ വിഷയങ്ങളെ അറിയുന്നു. സർവവും തനിക്ക് വിഷയമാണ്. ദ്രഷ്ടാവായിരിക്കുന്ന തനിക്ക് വിഷയമാണ്. ദൃഷ്ടി കണ്ണിന് വിഷയമായിരിക്കുന്ന രൂപം, ചെവിക്ക് വിഷയമായിരിക്കുന്ന ശബ്ദം, ശ്രവണേന്ദ്രിയത്തിന് വിഷയമായിരിക്കുന്ന രസം, ഇങ്ങനെ പോകുന്നു. പക്ഷെ അതിന്റെ പിന്നിൽ ദൃഷ്ടാവായിരിക്കുന്ന എനിക്കിതെല്ലാം വിഷയമാണ്. പക്ഷെ ആ ദൃഷ്ടാവിനൊരു സ്വരൂപമുണ്ട്. അത് വിഷയമാകുന്നില്ല. ആ സ്വരൂപത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ സ്വരൂപം എന്ന് പറയുമ്പോൾ എന്തായി? അത് ദൃഷ്ടാവിന്റെ മാത്രം സ്വരൂപമല്ല, ദൃശ്യത്തിന്റെ സ്വരൂപം. ആ ദൃശ്യത്തിന്റെ സ്വരൂപം എങ്ങനെ ആകുന്നു എന്നാണ് നമ്മൾ നേരത്തെ വിശദീകരിച്ചത്. സത്യജിത്തായിരിക്കുന്നു, ദർശനത്തിന്റെ സ്വരൂപമായിരിക്കുന്നു. ദൃഷ്ടാവ്, ദർശനം, ദൃശ്യം ഇതിന്റെ എല്ലാം പരമാർത്ഥ സ്വരൂപമായിരിക്കുന്നു. അതിനെങ്ങനെ പ്രത്യക്ഷമാക്കാൻ കഴിയും? അതിനാണ് പറഞ്ഞത് ദൃഷ്ടിയാദി ദൃഷ്ടിത്വം, സ്വഭാവം എന്ന് പറയുന്നതാണ്. അത് നമ്മൾ പറയുന്നു പ്രകാശിപ്പിക്കുന്നതെന്ന് പറയുന്നു, സാക്ഷി എന്ന് പറയുന്നു. പക്ഷെ സ്വരൂപം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഭേദത്തെ കൽപ്പിക്കാൻ കഴിയത്തില്ല. സാക്ഷി എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം സാക്ഷിയായിരിക്കുന്ന ഒരുവൻ, സാക്ഷ്യമായിരിക്കുന്ന, സാക്ഷി പ്രകാശിപ്പിക്കുന്ന ഇതെന്നുള്ള ഒരു ഭേദബുദ്ധി വരും. സ്വരൂപം എന്ന് പറയുമ്പോൾ ആ ഭേദബുദ്ധിയും വരത്തില്ല. അദ്വൈതത്തിൽ ഭേദം വരാൻ പാടില്ലല്ലോ. രസോഹം അപ്സു കൗന്ദേയ പ്രഭാസ്മി സൂര്യോഹം. വിഭൂതികളെ കുറിച്ച് പറയുമ്പോൾ പറയും സർവത്തിന്റെയും സ്വരൂപമായിരിക്കുന്നതാണ് ഞാൻ. ഒരു വസ്തുവിന്റെ സ്വരൂപം എന്തോ അത് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഞാൻ ജലത്തിൽ രസമായിരിക്കുന്നു. ജലത്തിൽ നിന്ന് രസത്തെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ ജലം? അങ്ങനെയൊന്നുമില്ലല്ലോ. പ്രഭാസ്മി ശശി സൂര്യോഹോ, സൂര്യനിൽ നിന്ന് പ്രഭയെ കളഞ്ഞാൽ പിന്നെ സൂര്യനില്ല. അതുകൊണ്ടിവിടെ വസ്തുസ്വാഭാവ്യം കിംപുനസ്കത്, അത് വസ്തുസ്വാഭാവ്യമാണ്. എന്താണ്? ദൃഷ്ടിയാദി ദൃഷ്ടത്വം, ദൃഷ്ടാദികളിൽ ദൃഷ്ടാവായിരിക്കുന്നത്. ദൃഷ്ടി, ദർശനം, ദൃശ്യം ഇതിനെല്ലാം ദൃഷ്ടാവായിരിക്കുന്നത്. ഇപ്പൊ സ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പാത്രത്തിന്റെ സ്വരൂപമാണ് മണ്ണ്. പക്ഷെ മണ്ണെന്ന് പറയുന്ന ഒരു ജഡമായ വസ്തുവാണ്. പാത്രവും ജലമാണ്, മണ്ണും ജലമാണ്. ഇവിടെ പറയുന്ന ഈ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മമാണ്. ചൈതന്യത്തെക്കുറിച്ചാണ് പറയുന്നത്, ജഡത്തെക്കുറിച്ചല്ല. പക്ഷെ അവിടെ ആ ജഡത്തിലും ചൈതന്യമാണ് സ്വരൂപമായിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണ്,
പാത്രം എന്നുള്ള രണ്ട് ജഡങ്ങളെയും വിട്ടിട്ട് സത്തയെക്കുറിച്ച് ചിന്തിക്കുന്നു, അറിവിനെ കുറിച്ച് ചിന്തിക്കുന്നത്, അറിവിൽ നിന്ന് വേർതിരിക്കാൻ വയ്യാത്ത സത്തയെക്കുറിച്ച് ചിന്തിക്കുന്നു. അവിടെ അത് അതിന്റെ സ്വരൂപമായി വരുമ്പോൾ അത് ജഡമല്ല, അത് എല്ലാത്തിനും സ്വരൂപമായി വരുന്നു. അതുപോലെ അറിവും സത്ത എന്ന് പറഞ്ഞാലോ അറിവെന്ന് പറഞ്ഞാലോ ഒന്നാണ്. സത്തയെ ഞാൻ അറിയുന്നു, അറിവിൽ നിന്ന് സത്തയെ വേർതിരിക്കാൻ കഴിയുന്നില്ല. കാരണം അറിവിന്റെ സത്തയെ ഞാൻ അറിയുന്നുണ്ട്. അറിവും സത്താരൂപത്തിൽ പ്രകാശിക്കുകയാണ്. എങ്ങനെ അതിനെ വേർതിരിക്കാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിലും ദൃശ്യമായിരിക്കുന്ന ഈ വസ്തുക്കളുടെ എല്ലാം സ്വരൂപമായിരിക്കുന്നത് സത്തയായിട്ടോ അറിവായിട്ടോ, ദർശനം ഇതിനെ സംബന്ധിച്ചുള്ള അറിവ് അതിന്റെ സ്വരൂപമായിരിക്കുന്നത്, ദ്രഷ്ടാവ് താൻ തന്റെ പരമാർത്ഥ സ്വരൂപമായിരിക്കുന്നത് അതാണ്. അതിനെ വിഷയമാക്കാൻ കഴിയത്തില്ല. പറയുന്നു ദൃഷ്ടേഹേ ദ്രഷ്ടാഹ്യാത്മാ. ഈ ദൃഷ്ടിയുടെ, അത് ഇന്ദ്രിയങ്ങളായിക്കൊള്ളട്ടെ മനസ്സായിക്കൊള്ളട്ടെ എല്ലാത്തിനും ദൃഷ്ടിയിൽ നിന്നെടുക്കാം. ഇതിന്റെ എല്ലാം ദ്രഷ്ടാവായിരിക്കുന്നത്, ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്നത്, ഇതിനെല്ലാം സത്താസ്ഫൂർത്തിയെ നൽകുന്നത്, ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത്, ആത്യന്തികമായി ഇതെല്ലാമായിരിക്കുന്നു എന്ന് പറയാം. അതാണ് ആത്മാ സ്വരൂപം എന്ന് പറയുന്നത്. ശ്രോതാവിനോട് പറയുകയാണ് ശ്രുതി, ഇതാണ് നിന്റെ സ്വരൂപം. ഇതാണ് ദൃഷ്ടിയെ ദൃഷ്ടഹ്യാത്മാ. സാക്ഷി എന്ന് പറയുന്നതെന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാകുന്ന സ്വരൂപമെന്ന് മനസ്സിലാക്കുന്നു. ഭാഷ്യകാരൻ സാക്ഷി എന്ന് പറയുന്ന പദമേ ഉപയോഗിക്കുന്നുണ്ട് ഈ സന്ദർഭങ്ങളിൽ ഒരിടത്ത്. പക്ഷെ വ്യാഖ്യാതാക്കളത് ഉപയോഗിക്കുന്നുണ്ട്. അതൊരു പ്രക്രിയയാണ്. പക്ഷെ സ്വരൂപം എന്ന് പറയുമ്പോൾ അദ്വൈതം പൂർണ്ണമായി, സാക്ഷി എന്ന് പറയുമ്പോൾ അദ്വൈതം വീണ്ടും വ്യാഖ്യാനിക്കാൻ ശേഷിക്കും. ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതാണ് നിന്റെ സ്വരൂപം. ദൃഷ്ടഹ്യാത്മ, അതാണ് നിന്റെ സ്വരൂപം. അപ്പൊ തന്റെ സ്വരൂപത്തെ അങ്ങനെ ബോധിക്കുന്ന ഒരുവൻ എങ്ങനെ അതിനെ വിഷയമാക്കാൻ കഴിയും, പ്രത്യക്ഷമാക്കാൻ കഴിയും? ഇവിടെ പറയുന്നത് എന്താണ്? ദൃഷ്ടിയുടെ ദൃഷ്ടി എന്നാണ്. അറിവിന്റെ അറിവ്, കണ്ണിന്റെ കണ്ണ്, മനസ്സിന്റെ കണ്ണ്. ഇവിടെ രണ്ട് പറയേണ്ടി വന്നു. ആദ്യം ഒരു ദൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു, പിന്നെ അതിന്റെ ദൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അത് അതിന്റെ തന്നെ സ്വരൂപമാണോ? സ്വരൂപമാണെങ്കിൽ പിന്നെ അതിങ്ങനെ മറ്റൊന്നാകും. അഗ്നിയുടെ സ്വരൂപമാണ് ഉഷ്ണമെന്ന് പറഞ്ഞാൽ അഗ്നിക്ക് മറ്റൊന്നാകാൻ കഴിയുമോ? അഗ്നിയിൽ നിന്ന് പിന്നെ ശീതം ഉണ്ടാവും. അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. അഗ്നിയുടെ സ്വരൂപം എന്താണ്? ഉഷ്ണം അല്ലെങ്കിൽ പ്രകാശം. അങ്ങനെയാണെങ്കിൽ അഗ്നിക്ക് രണ്ട് ഭാവം എങ്ങനെ വരും? ഒന്നിനെ പറയുന്നു സ്വരൂപം, ഒന്നിനെ പറയുന്നു വിഷയമൊന്നോ മറ്റെന്തെങ്കിലുമൊക്കെ പറയും. ഇതിങ്ങനെ രണ്ടെണ്ണം വരും.
ഒരിക്കലും ഒരു വസ്തുവിന് അതിന്റെ സ്വരൂപത്തെ വിട്ടും മാറാൻ കഴിയത്തില്ല. നിങ്ങളെന്താ പറയുന്നത്? ഈ വസ്തുവിന്റെ സ്വരൂപം എന്ന് പറയുന്നത് അവിഷയമാണെന്നാണ്. പക്ഷെ ഇവിടെ എല്ലാം വിഷയമായിരിക്കും. അപ്പോൾ എന്താ സ്വരൂപം അതിനുപേക്ഷിച്ചിട്ട് വിഷയമായോ? എന്നാൽ അത് സ്വരൂപമേ അല്ല. എന്താ ഇവിടെ പറയുന്നത്? സ്വരൂപം അവിഷയമാണ്. എന്നാൽ ദൃഷ്ടി, ദർശനം, ദൃശ്യം എന്ന് പറയുന്ന വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളുടെ സ്വരൂപമാണ് അവിഷയമായിരിക്കുന്നത്. ഈ വിഷയങ്ങളുടെ സ്വരൂപം അവിഷയമായിരിക്കുന്നെങ്കിൽ ഇതും അവിഷയമാകേണ്ടതാണ്. എന്തായാലും ഈ വിഷയങ്ങളുടെ സ്വരൂപം വിഷയമാണെന്ന് പറയുന്നില്ല. അതിനാണ് അടുത്ത സമാനം പറയുന്നത്. ദൃഷ്ടിരീതി ദ്വിവിധാഭവതി. ദൃഷ്ടി രണ്ടു തരത്തിലുണ്ട്. അറിവ് രണ്ടു തരത്തിലുണ്ടെന്നും പറയാം. ദൃഷ്ടിയെ അറിവായിട്ടെടുക്കുക. അറിവ് രണ്ടു തരത്തിലുണ്ട്. ഏത്? ലൗകികി പാരമാർത്ഥികി. ലൗകികയും പാരമാർത്ഥികമായൊരു ദൃഷ്ടിയുണ്ട്, ലൗകികമായ ദൃഷ്ടിയുണ്ട്. ലൗകികമായ ദൃഷ്ടിയാണ് ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ മണക്കുന്നു, രുചിക്കുന്നു, ചിന്തിക്കുന്നു. ശ്രോത, മന്ദ, വിജ്ഞാത സർവത്ര ഈ ലൗകിക ദൃഷ്ടിയാണ്. പിന്നെ പാരമാർത്ഥികമായിട്ടൊന്നുണ്ട്. എന്താണ് അതിന്റെ വ്യത്യാസം? ലൗകികവും പാരമാർത്ഥികവും അതടുത്ത് പറയുന്നു. തത്ര ലൗകികി ചക്ഷു സംയുക്ത അന്ധകരണവൃത്തി. ചക്ഷു സംയുക്തമായിരിക്കുന്ന അന്ധകരണത്തിന്റെ വൃത്തി എന്ന് പറഞ്ഞാൽ പരിണാമം. ഞാൻ കണ്ണു തുറന്നതിന്റെ മുമ്പിലിരിക്കുന്ന പുസ്തകത്തെ കാണും. എനിക്ക് പുസ്തകം എന്നുള്ള അറിവുണ്ടാകുന്നു. ഈ അറിവിനെയാണ് പറയുന്നത് ചക്ഷു സംയുക്ത അന്ധകരണത്തിന്റെ വൃത്തി എന്ന് പറയുന്നത്. കാരണം ഈ അറിവുണ്ടാകുന്നതിന് എനിക്ക് കണ്ണു തുറന്ന് പുസ്തകത്തെ കാണേണ്ടി വന്നു. ഉടൻ എന്റെ മനസ്സിൽ പരിണാമം സംഭവിച്ചു. മനസ്സെന്ന് പറയുന്നത് തരളമായ ഒരു വസ്തുവാണ്, ഒരു പദാർത്ഥമാണ്. അത് സദാ പരിണമിച്ചുകൊണ്ടേയിരിക്കും. ജലം പോലെ, ജലത്തോട് അനുഭവിക്കും. ജലത്തിന് വെറുതെ ഇരിക്കാൻ കഴിയില്ല. അതിനൊന്നീ തരംഗമാകണം, അല്ലെങ്കിൽ തിരമാലയാകണം, അല്ലെങ്കിൽ നിറയും പതിയുമൊക്കെ ആകണം. അല്ല, അതിന് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. ഒന്നുമില്ലെങ്കിൽ സൂക്ഷ്മ തരംഗങ്ങളെങ്കിലും ആവും. അതാണ് ഈ ചിത്തത്തിന്റെ സ്വഭാവം. അതിന്റെ കേവലമായൊരു നിമിത്തമാണ് ചക്ഷുരേന്ദ്രിയം. അതുപോലെ മറ്റൊരു നിമിത്തമാണ് വിഷയം. ഈ സമ്പർക്കം ഉണ്ടാകുമ്പോൾ, ഇന്ദ്രിയ വിഷയ സമ്പർക്കം ഉണ്ടാകുമ്പോൾ ആ തരളമായിരിക്കുന്ന ചിത്തത്തിന് ക്ഷോഭം ഉണ്ടാകുന്നു. ആ ഇന്ദ്രിയത്തിനും ആ വിഷയത്തിനും അനുസരിച്ച് ഒരു പരിണാമാദി സംഭവിക്കുന്നു. അതൊരു പ്രത്യേക ആകാരത്തെ കൈക്കൊള്ളുന്നു, ഒരു രൂപത്തെ കൈക്കൊള്ളുന്നു. അതിനെ പറയുന്നു ഇത് പുസ്തകമാണ്, ഈ അറിവ്. ഇതൊരു ദൃഷ്ടിയാണ്. ദൃഷ്ടി എന്ന് വെച്ചാൽ അറിവെന്നെടുക്കാം. ഇനി സാക്രിയത ഇത് ജായത വിനശ്ചിതിച്ച അതുണ്ടാകുന്നതാണ്. ഈ അറിവ് എനിക്കിപ്പോൾ ഉണ്ടായി. പുസ്തകത്തെക്കുറിച്ചുള്ള അറിവുണ്ടായി. അടുത്തത് ആ മേശയെക്കുറിച്ചുള്ള അറിവുണ്ടായി. ഉണ്ടാകുന്നു, നശിക്കുന്നു. ഇത് നമ്മൾ മുമ്പൊക്കെ ചർച്ച ചെയ്തതാണ്. ബ്രഹ്മസൂത്രത്തിലും മറ്റും അത് വിശദമായി ചർച്ച ചെയ്യും.
എങ്ങനെ അറിവുണ്ടാകുന്നു അതവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അതെങ്ങനെ ചിത്തപരിണാമമാകുന്നു? അറിവ് ചിത്തപരിണാമമാണ്. ചിത്തം എന്ന് പറയുന്ന ഒരു ദ്രവ്യമാണ്. അത് പരിണമിച്ച് എങ്ങനെ അറിവാകുന്നു? അതുകൊണ്ട് പറയും ചിത് ഛായയോടുകൂടിയ ചിത്തത്തിന്റെ പരിണാമം. അതെങ്ങനെ പ്രകാശിക്കുന്നു? ചിത്തം ജഡമായിരിക്കുക, അതെങ്ങനെ പ്രകാശിക്കും? സ്വയം പ്രകാശിക്കാൻ ശേഷിയില്ലാത്ത ഒന്നെങ്ങനെ പ്രകാശിക്കും? അതിനാണ് ഛായ എന്ന് പറയുന്നത്. ഭൗതികമായി നമ്മൾ മനസ്സിലാക്കുക സൂര്യൻ പ്രകാശിക്കുന്നതാണ്, പക്ഷെ ചന്ദ്രൻ പ്രകാശിക്കുന്നതല്ല. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ എന്താണ്? ചന്ദ്രനും പ്രകാശിക്കുന്നു. അതിനെന്ത് പറയും? അത് സൂര്യപ്രകാശത്തിന്റെ പ്രതിഫലനമാണ്. അപ്പൊ സ്വതേ ജഡമായിരിക്കുന്ന വസ്തുവും പ്രകാശിക്കും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം അതാണ് ചന്ദ്രന്റെ പ്രകാശം. അത് ചന്ദ്രന്റെ പ്രകാശമല്ല, സൂര്യന്റെ പ്രകാശമാണെന്ന് നമ്മൾ യുക്തി കൊണ്ടൊക്കെ മനസ്സിലാക്കിയാലും ശരി. ഭൂഗോളശാസ്ത്രം, ഖഗോളശാസ്ത്രമൊക്കെ പഠിച്ചിട്ട്, ആസ്ട്രോണമിയൊക്കെ പഠിച്ചിട്ട് യുക്തി കൊണ്ട് മനസ്സിലാക്കിയാലും ശരി, അനുഭവത്തിൽ അത് ചന്ദ്രന്റെ പ്രകാശം തന്നെ. അനുഭവത്തിൽ പ്രകാശിക്കുന്ന ആരാ? സൂര്യനോ ചന്ദ്രനോ? ചന്ദ്രൻ തന്നെ. അതാണ് അതിന് ദൃഷ്ടി, അറിവെന്ന് പറയുന്നത്. അന്ധകരണം ജഡമാണെങ്കിലും അത് പ്രകാശിക്കുന്നു. ആ പ്രകാശന ചൈതന്യഛായ എന്ന് പറയും. പക്ഷെ വാസ്തവത്തിൽ ആ പ്രകാശം ഒന്ന് തന്നെ, സൂര്യന്റെ പ്രകാശം തന്നെ. അല്ല വേറെ ഒരു പ്രകാശം അവിടെ വരാൻ വഴിയില്ല. അതുപോലെ ഇവിടെ ആ പാരമാർത്ഥികമായിരിക്കുന്ന അപരോക്ഷമായിരിക്കുന്ന അറിവ് തന്നെയാണ് ഇവിടെ പുസ്തകമായ അറിവായി പ്രതിബിംബിക്കുന്നത്. അതിനൊരു നിമിത്തമായി അന്ധകരണം, ചക്ഷുരേന്ദ്രിയം, വിഷയം, കാലദേശങ്ങൾ എല്ലാം. ഇത് രണ്ടും അറിവാണെങ്കിൽ പിന്നെ ഒന്നിനെ ബിംബം, ഒന്നിനെ പ്രതിബിംബം, ഒന്ന് ഉണ്ടാകാത്തതും മറ്റൊന്ന് ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നത് എന്തടിസ്ഥാനത്തിൽ? ചന്ദ്രനിൽ കാണുന്ന പ്രകാശം സൂര്യന്റെ പ്രതിബിംബമാണ്. ഒരേ പ്രകാശമായിരിക്കണമല്ലോ അത്. പ്രതിബിംബം എന്ന് പറയുമ്പോൾ രണ്ടാമതൊന്നാകത്തില്ല, അത് തന്നെ ഒരേ ഒരു സൂര്യന്റെ ആ പ്രകാശം തന്നെയാണ്. രണ്ടാമതൊരു പ്രകാശം അവിടെ വന്നിട്ടില്ല. എന്നാലും ചന്ദ്രന്റെ പ്രത്യക്ഷയങ്ങൾക്കനുസരിച്ച് ആ പ്രകാശത്തിന് വ്യത്യാസം വരും. ഉപാധിക്കനുസരിച്ച് ആ പ്രകാശത്തിന് ഏറ്റക്കുറച്ചിൽ വരുന്നത്. അതുപോലെ അന്ധകരണമാകുന്ന ഉപാധിക്കനുസരിച്ചിട്ടാണ് ഇവിടെ അറിവിന് വ്യത്യാസം വരുന്നത്. അല്ല അറിവിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? അതിന്റെ സ്വരൂപം എന്ന് പറയുന്നത് അപരോക്ഷമായിരിക്കുന്ന അറിവാണ്. അതിന് മാറ്റം വരാൻ പറ്റില്ല, അറിവിന് ഏറ്റക്കുറച്ചിൽ വരത്തില്ല. പക്ഷെ ഉപാധിക്ക് വ്യത്യാസം വരും അന്ധകരണത്തിൽ. അതുകൊണ്ടിവിടെ അറിവിനും വ്യത്യാസം വരുന്നു. ആ അറിവിന്റെ സ്വരൂപം എന്താണ്? ഉപാധിയാണോ അതോ അതിന്റെ ഉറവിടമായിരിക്കുന്ന സൂര്യനാണ്? അതിന്റെ സ്വരൂപം എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന അപരോക്ഷമായിരിക്കുന്ന ആ അറിവാണ്. അപരോക്ഷം എന്ന് പറയുന്നതുകൊണ്ട് തന്നെ അത് വിഷയമല്ല. പ്രതിബിംബ രൂപത്തിൽ വന്നപ്പോൾ അത് വിഷയമായി. എന്തുകൊണ്ട്? അവിടെ അന്ധകരണം എന്ന് പറയുന്ന ഒരു ഉപാധിയെ ആശ്രയിച്ചതുകൊണ്ട്. മനസ്സെന്ന് പറയുന്ന ഒരു ഉപാധിയെ ആശ്രയിച്ചതുകൊണ്ട് അത് വിഷയമായി. കേവലമായ അറിവെന്നുള്ള നിലയ്ക്ക് എന്താണ്? അത് വിഷയമല്ല. മറിച്ച് അതിനെ പറയുന്നതാണ് അത് സ്വയം പ്രകാശിക്കുന്നതാണ്. അത് വിഷയമാകേണ്ട ആവശ്യമില്ല.
വിഷയമാകുന്നത് എവിടെയാണ് വിഷയമാകേണ്ടി വരുന്നത്? സ്വയം പ്രകാശിക്കാത്തതുകൊണ്ടാണ്. പുസ്തകം എന്തുകൊണ്ട് വിഷയമാകുന്നത്? ഇതിന് സ്വയം പ്രകാശിക്കാൻ ശേഷിയില്ല. അതുകൊണ്ട് അതിന് വിഷയമാകേണ്ടി വരുന്നു. അന്ധക്കരണത്തിന് സ്വയം പ്രകാശിക്കാൻ ശേഷിയില്ല, അതുകൊണ്ട് അത് വിഷയമായി. അതാണ് പറയുന്നത് പുസ്തകം. അവിടെ അന്ധക്കരണം വിഷയമാകുകയാണ്, അവിടെ അറിവ് വിഷയമാകുകയാണ്. അത് കേവലമായ അറിവല്ല, അതുകൊണ്ട് വരുന്നത് സ്വാഭാവികമായ അറിവാണ്. അത് വിഷയമാകും. അന്ധക്കരണം എന്ന് പറയുന്ന ഒരു ഉപാധി കൊണ്ടുണ്ടായ അറിവാണ്, അത് വിഷയമാകും. പക്ഷേ സ്വസ്വരൂപം അത് വിഷയമാകുന്നില്ല, അത് വിഷയമാകേണ്ട ആവശ്യമില്ലാത്തതുണ്ട്. എന്തുകൊണ്ട്? ആ സ്വയം പ്രകാശ സ്വരൂപമാണ്. എന്തിനത് വിഷയമാകും? അവിഷയമാകുന്നതിന് വിഷയമാകേണ്ട ആവശ്യമുള്ളൂ, സ്വയം പ്രകാശിക്കുന്നതിന് വിഷയമാകേണ്ട കാര്യമില്ല. അതിനാണ് അടുത്ത് പറയുന്നത് യാതു ആത്മനോ ദൃഷ്ടി അഗ്നി ഉഷ്ണപ്രകാശാധിപത് സാച ദൃഷ്ടു സ്വരൂപത്വാ. അതാണ് ആ സ്വരൂപം എന്ന് പറയുന്ന വാക്ക് പറഞ്ഞത്. അത് ഈ ദ്രഷ്ടാവിന്റെ സ്വരൂപമാണ്. യാതു ആത്മനോ ദൃഷ്ടി, ആത്മദൃഷ്ടി എന്ന് പറയുന്നു. തന്റെ സ്വരൂപമായിരിക്കുന്ന അറിവ് എന്നെടുക്കണം. ഏതൊരറിവിന്റെ പ്രതിബിംബ രൂപത്തിലുള്ള അറിവിനെയാണോ ഞാൻ അറിയുന്നത്, ഇതാ ഇത് പുസ്തകം, ആ അറിവിന്റെ സ്വരൂപമായിരിക്കുന്നത്, സർവസ്വരൂപമായിരിക്കുന്നത് ആണ് ആത്മനോ ദൃഷ്ടി. അതിന് ഉദാഹരണം പറഞ്ഞു, നേരത്തെ നമ്മൾ പറഞ്ഞു ഉദാഹരണം അഗ്നി ഉഷ്ണ പ്രകാശ, അഗ്നിയുടെ ഉഷ്ണവും പ്രകാശവും പോലെ ഈ പ്രതിബിംബ രൂപത്തിലുള്ള അറിവ് ഇത് പുസ്തകമാണെന്ന് പറയുന്ന ഈ അറിവിന്റെ സ്വരൂപമായിരിക്കുന്നത്, ഈ അറിവ് വിഷയമായിരിക്കുമ്പോൾ അവിഷയമായിരിക്കുന്നത്, സ്വയം പ്രകാശിക്കുന്നത് കൊണ്ട് സ്വയം അറിവാതിരിക്കുന്നതുകൊണ്ട് അതിന് വിഷയമാകേണ്ട ആവശ്യമില്ലാത്തത്. അതുകൊണ്ടാണ്. അല്ല വെറുതെ ഇത് അവിഷയമാണെന്ന് പറയുക. പ്രകാശത്തിന് തന്നെ പ്രകാശിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല, അന്യവസ്തുക്കളെ പ്രകാശിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ട്? അത് ഇരളിലിരിക്കുകയാണ്. അല്ലെങ്കിൽ അവിടെ ഇരുളുണ്ട്, ഇവിടെ എന്താണത്? സ്വയം പ്രകാശിക്കുകയാണ്, അവിടെ ഇരുളില്ല. അതുകൊണ്ട് പറയുന്നു ദൃഷ്ടി അഗ്നി ഉഷ്ണ പ്രകാശാച. അതെന്താണ്? ദ്രഷ്ടു സ്വരൂപത്വ, അത് ഈ ദ്രഷ്ടാവിന്റെ സ്വരൂപമാണ്, ശ്രോതാവിന്റെ സ്വരൂപമാണ്. ഇപ്പൊ ശ്രോതാവിൽ നാനാതരത്തിലുള്ള അറിവുകളുണ്ടെങ്കിലും ദ്രഷ്ടാവിൽ അറിയുന്നവനിൽ അവന്റെ സ്വരൂപമായിരിക്കുന്ന അറിവ് വിഷയമാകാൻ തയ്യാറാകാത്ത അറിവ്, അതിന്റെ ആവശ്യമില്ലാത്ത അറിവ്, അത് പ്രകാശിക്കുന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ടാണ് സ്വയം പ്രകാശം സ്വതസിദ്ധ പ്രകാശം എന്ന് പറയുന്നത്. അത് അജ്ഞേയവുമല്ല. എന്തുകൊണ്ട് സ്വതസിദ്ധമായ പ്രകാശം ഇങ്ങനെ അജ്ഞേയമാകും? അതിന് പറയുന്നു ബോധസ്ഫുരണമായിരിക്കുന്നു. ബോധസ്ഫുരണമെന്ന് പറയുമ്പോഴും ബാഹ്യമായ വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ അവിടെ അന്ധകരണത്തിന്റെ സഹായത്തോടുകൂടിയാണ് ആ ബോധസ്ഫുരണം. തന്നെ ഗ്രഹിക്കുമ്പോഴും അന്ധകരണത്തിന്റെ സഹായത്തോടുകൂടിയാണ്, അഹംവൃത്തിയുടെ സഹായത്തോടുകൂടിയാണ്. വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ ഇതം വൃത്തിയുടെ സഹായത്തോടുകൂടിയാണ്. അഹംവൃത്തി എന്ന് പറഞ്ഞാൽ അഹമാകാരത്തിൽ പരിണമിച്ചിരിക്കുന്ന അന്ധകരണം. ഇതം വൃത്തി എന്ന് പറഞ്ഞാൽ ഇതം രൂപത്തിൽ പരിണമിച്ചിരിക്കുന്ന അന്ധകരണം. ഈ അന്ധകരണത്തിന്റെ സഹായത്തോടുകൂടിയാണ് ഇവിടെ ബോധസ്ഫുരണം സംഭവിക്കുന്നത്. എന്നാൽ ജഡമായിരിക്കുന്ന ഈ അന്ധകരണത്തിന് ഈ സ്ഫുരണശേഷി എങ്ങനെ വന്നു? അത് ഈ സ്ഫുരണം സ്വയം ചൈതന്യവത്തായിരിക്കുന്നുണ്ട്.
സ്വയം അത് അറിവായിരിക്കുന്നതുകൊണ്ട്, അത് സ്വയം പ്രകാശിക്കുന്നുണ്ട്, അതിന് വിഷയമാകേണ്ട ആവശ്യമില്ല. മറ്റുപാധികളിലൂടെ അതും വിഷയമാകുന്നു. അപ്പോൾ മറ്റുപാധികളിലൂടെ അത് വിഷയമാകുന്ന അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ആ സമയത്തും സ്വരൂപമായിരിക്കുന്നതാണ്. സ്വരൂപം എന്ന് പറയുമ്പോൾ വേറൊരു കാലത്തിൽ വേറൊരു ദേശത്തിൽ ഒന്നുമല്ല. എപ്പോഴാണോ അഹമെന്ന് തന്നെ ഗ്രഹിക്കുന്നത്, എപ്പോഴാണോ ഇതം എന്ന് വിഷയങ്ങളെ ഗ്രഹിക്കുന്നത്, ഈ ഗ്രഹണത്തിൽ തന്നെ അപരോക്ഷമായി അറിവ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അത് വിഷയമോ അജ്ഞാതമോ അല്ല, മറിച്ച് അതിൽ ഈ അഹംബോധവും ഇതം ബോധവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് സ്വരൂപം എന്ന് പറയുന്നത്. സാക്ഷി എന്നും പറഞ്ഞ ഈ ആശയം കിട്ടത്തില്ല. സ്വസ്വരൂപമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അറിവ്. ഇനി അറിവെന്ന് പറഞ്ഞാൽ പറയും, അറിവെന്ന് പറയുന്ന ശബ്ദത്തിന്റെ വാച്യമായിട്ടത് എടുക്കരുത് എന്ന് പറയും. സത്ത എന്ന് പറയുന്ന ശബ്ദത്തിന്റെ വാച്യമായിട്ടത് എടുക്കരുതെന്ന് പറയും. എന്തുകൊണ്ട്? അറിവ് വിഷയമാകുമ്പോഴും അത് ഉപാധിയെ സ്വീകരിക്കുന്നു. സത്ത വിഷയമാകുമ്പോഴും നാമരൂപാധി ഉപാധികളെ സ്വീകരിക്കുന്നു. അതിലൂടെയല്ലേ നമ്മൾ സത്തയെ അറിയുന്നു. ഇത് പുസ്തകം, അസ്ഥി, ഈ നാമരൂപോപാധിയിലൂടെയാണ് അസ്തിത്വത്തെ അറിയുന്നത്. ഇത് പുസ്തകത്തെക്കുറിച്ചുള്ള അറിവ് അന്ധകരണമാകുന്ന ഉപാധിയിലൂടെയാണ് അവിടെ അറിവിനെ അറിയുന്നത്. വിഷയമാകുമ്പോഴെല്ലാം അവിടെ ഉപാധി വരും. പക്ഷെ അങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആ അറിവ് സ്വതസിദ്ധമായി നിരുപാധികമായി പ്രകാശിക്കുന്നതുകൊണ്ട് അതിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അറിവിലാണ് ഈ സത്തയുടെ അനുഭവം, ഈ അറിവിന്റെ അനുഭവം എല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അത് തന്റെ സ്വരൂപമാണ്. അത് ജ്ഞാതമെന്നോ അജ്ഞാതമെന്നോ പറയാൻ കഴിയും. ജ്ഞാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ അറിവ് പോലെ ആയിപ്പോവും, പുസ്തകജ്ഞാനം പോലെയാവും. അജ്ഞാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവഹിതം മറഞ്ഞിരിക്കുന്ന, വിപ്രകൃഷ്ടം ദൂരെയിരിക്കുന്ന വസ്തുക്കളെ പോലെ ആയിപ്പോവും. അപ്പോൾ ഇത് രണ്ടുമല്ല, ജ്ഞാതാജ്ഞാതങ്ങൾക്ക് ഉപരിയായി ജ്ഞാതത്തിനും അജ്ഞാതത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട്, അതാണ് ഈ അറിവ്. ഈ അറിവാണ് സർവ്വലോകത്തെയും പ്രകാശിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് ഇത്രയേ പറയാൻ പറ്റൂ. അതാണ് സർവസ്വരൂപമായിരിക്കുന്നത്, അതാണ് ദ്രഷ്ടാവിന്റെ സ്വരൂപമായിരിക്കുന്നത്. നജ്ജായതേ ന വിനശ്യതിച്ച, മറ്റേ അറിവിനെ പോലെ, വിഷയജ്ഞാനത്തെ പോലെ അത് ഉണ്ടാകുന്നില്ല, നശിക്കുന്നുമില്ല. ദൃഷ്ടി എന്നതിനെയും പറയുന്നു. പേരൊന്നു തന്നെ. ഒന്ന് സ്വരൂപമായ ദൃഷ്ടി, മറ്റൊന്ന് വിഷയമായ ദൃഷ്ടി. ഒന്ന് സ്വരൂപമായിരിക്കുന്ന അറിവ്, മറ്റൊന്ന് വിഷയമായിരിക്കുന്ന അറിവ്. ഇത് സംഭവിക്കുമ്പോൾ തന്നെ അത് സ്വരൂപമായിരിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ അറിവിങ്ങനെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സ്വരൂപമായിരിക്കുന്നു. ആ സ്വരൂപത്തിലാണ് ഈ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിർവിഷയമായ സ്വരൂപത്തിലാണ് ഈ വിഷയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ശ്രോതാവിന്റെ വാസ്തവ സ്വരൂപം, പരമാർത്ഥ സ്വരൂപം എന്ന ബോധം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ന ജായതേ ന വിനശ്യതിച്ച സ ക്രിയമാണയ ഉപാധിഭൂതയ സംസൃഷ്ട ഇവേദി വിവരിച്ചത് ദൃഷ്ട. വാസ്തവത്തിൽ ആ ദൃഷ്ടി, പരമാർത്ഥ ദൃഷ്ടി, അറിവ്, സ്വയം പ്രകാശിക്കുന്ന അറിവ്, സ്വയം പ്രകാശിക്കുന്നതുകൊണ്ട് തന്നെ സ്വയം വിഷയം ആകാൻ കഴിയാത്തതായ
വിഷയമാകേണ്ട അവസ്ഥ ഇല്ലാത്തതായ, അങ്ങനെ ഒരു ഗതികേട് വരാത്തതായ അറിവ്, അതിനാണ് സ എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്രിയമാണയ ഉപാധിഭൂതയ, അവിടെ ഉണ്ടാകുന്ന ഉപാധി, എന്താണ്? ഈ അന്ധകരണ പരിണാമങ്ങളാണ്. അതാണല്ലോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് പുസ്തകമാണ്, ഇത് മേശയാണ്, ഇത് ശരീരമാണ്, ഇത് ഞാനാണ്, ഇത് എന്റേതാണ്. ഇതെല്ലാം ഈ അന്ധകരണമായ ഉപാധി അതിന്റെ പരിണാമം കൊണ്ട് സംഭവിക്കുന്നതാണ്. അതിൽ ചൈതന്യം കൂടി ചേരുന്നു എന്നേ ഉള്ളൂ. ജഡമായ അന്ധകരണത്തിന് ഇങ്ങനെ ഒരു ബോധപരിണാമം സാധ്യമല്ല. ചൈതന്യത്തെ കൂടെ ഇത് ബോധപരിണാമമാണ്. ഞാൻ ഇന്നാരാണ്, ഇതിന്നതാണെന്ന് പറയുന്നത് ബോധപരിണാമമാണ്. എന്നുവെച്ചാൽ അന്ധകരണത്തിന്റെ പരിണാമത്തെ ബോധത്തിൽ കൽപ്പിക്കുന്നതാണ്. ആ സ്വരൂപമായിരിക്കുന്ന ചൈതന്യം തന്നെ ഈ പരിണാമത്തോട് ബന്ധപ്പെട്ടിട്ട്, അന്ധകരണ പരിണാമത്തോട് ബന്ധപ്പെട്ടിട്ട്, വാസ്തവത്തിൽ അങ്ങനെ ഒരു ബന്ധം സംഭവിക്കുന്നില്ല. എന്നാൽ അങ്ങനെ സംഭവിക്കുന്നതായി അനുഭവപ്പെടുന്നുണ്ട്, അജ്ഞത കൊണ്ട്. അറിവ് ഇതാ ഇന്ന ആകാരങ്ങളെ പ്രാപിച്ചിരിക്കുന്നു, ഞാൻ എന്നുള്ള രൂപത്തെ പ്രാപിച്ചു, ഇതെന്നുള്ള രൂപത്തെ പ്രാപിച്ചു, ഇങ്ങനെയെല്ലാം അറിവിനെ ഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ ഈ അറിവും പരിണാമങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെ ഒരു ബന്ധം വാസ്തവത്തില്ല, എന്നാലും ഉള്ളതുപോലെ തോന്നുന്നു. ബ്രഹ്മസൂത്രത്തിൽ നമ്മൾ ചർച്ച ചെയ്തു മിഥുനീകരണം. വാസ്തവത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല, എന്നാലും ഉള്ളതുപോലെ അനുഭവപ്പെടും. അജ്ഞാനം, അവിദ്യ എന്നൊക്കെ പറയും. ബോധമുള്ളവ മനസ്സിലാക്കുന്നു എന്താണോ ഇതിന്റെ സ്വരൂപമായിരിക്കുന്നതാണ് പരമാർത്ഥം, ഇത് പരമാർത്ഥമല്ല, ജായത്തെ വിനശ്യതിച്ച എന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് അവൻ പറയുന്നു സംസൃഷ്ട ഇവ, ഇതിങ്ങനെ കൂടിക്കലർന്നത് പോലെ പറഞ്ഞു. സത്യാനൃതേ മിഥുനീകൃത്യ, സത്യവും അനൃതവും തമ്മിൽ ഒരിക്കലും കൂടിക്കലരാൻ വയ്യ, എന്നാലും കൂടിക്കലരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടിക്കലർന്നത് പോലെ. ഈ അറിവും അന്ധകരണവും കൂടിച്ചേർന്നത് പോലെ. സംശിഷ്ട ഇവ വ്യപതിശ്യത ദൃഷ്ട. അതുകൊണ്ട് പറയുന്നതാ അറിവ് ഞാൻ അറിയുന്നവനാണ്. അറിവിന് ഈ കർണങ്ങളുമായും ഈ വിഷയങ്ങളുമായും ബന്ധപ്പെട്ടിട്ട് ശരിക്കും ഞാനിതാ അറിയുന്നവൻ എന്നൊരു ഭാവമില്ല അവിടെ. അറിവിന്റെ അപരോക്ഷത്തെ ഗ്രഹിക്കാതിരിക്കുന്ന ദോഷം, അജ്ഞാനദോഷം, അതോടൊപ്പം അറിവ് അന്ധകരണത്തിന്റെ ഈ നാനാപരിണാമങ്ങളോട് താതാത്മ്യപ്പെടുക, അവിദ്യാദോഷം, വിപരീയദോഷം. ഒന്ന് അറിവില്ലായ്മ എന്ന് പറയുന്ന ദോഷം, മറ്റൊന്ന് വിപരീത ബുദ്ധി എന്ന് പറയുന്ന ദോഷം. അതുകൊണ്ട് പറയുന്നതാ എന്റെ അറിവാണ്. എന്റെ അറിവാണെന്ന് പറയുന്നിടത്ത് ഈ രണ്ട് ദോഷമുണ്ട്. അറിവില്ലായ്മ എന്ന് പറയുന്ന ദോഷമുണ്ട്, വിപരീയ ദോഷമുണ്ട്. അതാണ് വ്യപദേശം, വ്യവഹാരം സംഭവിക്കുന്നതുകൊണ്ടാണ്. ദഷ്ട, ഞാനിതാ അറിയുന്നവൻ, ഞാനിതാ അറിവിനെയും അറിയുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്നാണ്. അതിനാണ് സത്യാനൃതങ്ങളുടെ മിഥുനീകരണം കൊണ്ട് സംഭവിക്കുന്നു മുമ്പ് പറഞ്ഞത്. അധ്യാസമെന്നും പറയും, ആ വിദ്യയെന്നും പറയും. അങ്ങനെ ഇത് സംഭവിക്കുന്നു.
അതിനെ തന്നെ വേർപിരിക്കുന്നു. ഭേദവച്ച ദ്രഷ്ട ദൃഷ്ടി, ഇത് ഞാൻ, ഇതെന്റെ അറിവ്. ഇങ്ങനെ ഭേദത്തെ കൽപ്പിക്കുന്നുണ്ടല്ലോ. ദ്രഷ്ടാവെന്ന് ദൃഷ്ടിയെന്നും ഇതുമല്ല ഈ അനടുത്ത താതാത്മ്യം കൊണ്ടാണ്, ഈ അന്ധക്കരണ താതാത്മ്യം കൊണ്ടാണ് അറിവും അതും കൂടിക്കല്ലുന്നത് പോലെ തോന്നുന്നത്. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അറിവിൽ നിന്ന് അന്യമായൊന്നുണ്ടാകില്ലേ രണ്ടും കൂടി കൂടിച്ചേരാൻ പറ്റും. ഉണ്ടല്ലോ അന്ധകരണവും പറ്റും ഉണ്ട്. പക്ഷെ അതൊന്നും അറിവിൽ നിന്ന് അന്യമല്ലെന്നുകൊണ്ട് അറിവെന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ സ്വരൂപമാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ കൂടിക്കല്ലില്ല. മറിച്ച് അറിവ് അന്ധകരണം ഭേദമുള്ളതുപോലെ കാണുമ്പോൾ അവിടെ ദൃഷ്ടി, ഞാൻ അറിയുന്നവൻ, ഇതെന്റെ അറിവ്, അങ്ങനെ ഭേദം വരുന്നു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്വരൂപം എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഈ നാനാത്വത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് സ്വരൂപം എന്ന് പറയുന്നത്. രണ്ടവസ്ഥയല്ല. നമ്മൾ അവിടെ ചർച്ച ചെയ്തതാണ്. ദ്വാസുപർണ സവിജ സഖായി സമാനം വൃക്ഷം പരിഷസ്വജാത തയോരന്യ വിപ്പല സദ്വസ്തി അനശ്വനൻ അന്യോ അഭിജാകശീതി അവിടെ ചർച്ച ചെയ്തതാണ്. ഈ വിഷയത്തിലിരിക്കുന്ന രണ്ട് പക്ഷി, ഒന്ന് ഇതെല്ലാം ഭക്ഷിക്കുന്നു, സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നു. മറ്റൊന്ന് മുക്തനായിരിക്കുന്നു, അഭിജാകശീതി, സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ട് പക്ഷികളല്ല. ഇവിടെ രണ്ട് പക്ഷിക്കിരിക്കാനുള്ള ഇടമില്ല. ഒരേ ഒരു പക്ഷി തന്നെ അതിങ്ങനെ വിഷയങ്ങളെയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ തന്നെ സ്വരൂപം മുക്തമായിരിക്കുന്നു. അതിന് ഒരു തരത്തിലും രണ്ടാക്കാൻ കഴിയത്തില്ല. എന്നാൽ സംസൃഷ്ട ഇവ രണ്ടായത് രണ്ടും തമ്മിലൊരു ബന്ധമുള്ളത് പോലെ അനുഭവമാണ്. അതിനാണ് ഇവ ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. അത് പരമാർത്ഥമാണ്. സാധാരണ അനുഭവത്തിൽ താൻ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാമക്രോധാദികൾക്കെല്ലാം അധീനനായിരിക്കുന്നു. പക്ഷെ അതേസമയം തന്നെ അതേ കാലത്തിൽ അതേ ദേശത്തിൽ അതിനെല്ലാം ഉപരിയായി താൻ മുക്തനായിരിക്കുന്നു. അതാണ് സ്വരൂപം എന്ന് പറയുന്നത്. അപ്പൊ ഭേദം വന്നു കഴിഞ്ഞാൽ ഭേദവച്ച ദൃഷ്ടാദൃഷ്ടി, ഞാൻ അനുഭവിക്കുന്നവൻ, എന്റെ അനുഭവ വിഷയങ്ങൾ. തത്വത്തെ ഗ്രഹിക്കുന്നവൻ പറയുന്നു, അങ്ങനെ നീ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നീ മുക്തനായിരിക്കുന്നു. അഭിജാകശീലി, നീ സ്വയം പ്രകാശിക്കുന്നവനായിരിക്കുന്നു, അപരോക്ഷമായ അറിവായിരിക്കുന്നു. തന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു ബോധം വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നതല്ല. താൻ സംസാരിയല്ല, അസംസാരിയാണ്, സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നവനല്ല, സുഖദുഃഖാതീതനാണ്. ഇത്തരം ഒരു ബോധം തന്നെ സംബന്ധിച്ചുണ്ടാകുന്നു. ആ ബോധത്തിൽ അവൻ തന്നെ ഗ്രഹിക്കുന്നു നിത്യമുക്തനായി. ആ കാര്യം തന്നെ വിശദീകരിക്കുന്നു. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കണം. ഇനി യാസു ലൗകികി ദൃഷ്ടി ചക്ഷുർദ്വാരൂപോ പരക്ത ജായമാന ഏവ നിത്യയാ ആത്മദൃഷ്ട്യ സംസൃഷ്ട ഇവ തത്പ്രച്ഛായ തയാ വ്യാപ്ത ഏവ ജായതേ തഥാ വിനശ്യതി ച തേനുപച്യതേ ദ്രഷ്ടാ സദാ പശ്യന്നപി പശ്യതി ന പശ്യതി ചേരി. പശ്യന്നപി ന പശ്യതി എന്ന് പറയുന്നു. അറിവായി
അപരോക്ഷമായി അത് സർവത്തെയും പ്രകാശിപ്പിക്കുന്നു. അതേസമയം തന്നെ അത് തന്നെ പ്രകാശിപ്പിക്കുന്നില്ല. പശ്യന്നപി ന പശ്യതി, അതിന്റെ ആവശ്യം വരുന്നില്ല. അത് മുമ്പ് പറഞ്ഞു എന്താണ്, അത് അപരോക്ഷമായിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് സ്വയം തന്നെ വിഷയമാക്കേണ്ടി വരുന്നില്ല. പരോക്ഷമായിരിക്കുന്ന സർവത്തെയും അത് വിഷയമാക്കുന്നു. പക്ഷെ സ്വയം അപരോക്ഷമായിരിക്കുമ്പോൾ അതിന്റെ ആവശ്യം തോന്നുന്നു. പ്രകാശത്തിന് എന്തിനതിനെ പ്രകാശിപ്പിക്കുന്നു? അതിനെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം പ്രകാശിപ്പിക്കുന്നു. അല്ലാതെ അവിടെ മറ്റൊരു പ്രകാശം വന്നതിനെ പ്രകാശിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട്? അത് പ്രകാശത്തിന്റെ സ്വഭാവമാണ്. അതുപോലെ ഇവിടെയും പശ്യന്നപി ന പശ്യതി, ഇത് സർവത്തെയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ബാഹ്യവിഷയങ്ങളെ കാണുന്ന പോലെ തന്നെ കാണുന്നില്ല. യാസു ലൗകിക ദൃഷ്ടി, അതേസമയം ഈ അറിവിനെ കുറിച്ച് പറയുന്നു. ലൗകിക ദൃഷ്ടി, ഇത് ഞാൻ എന്നൊക്കെ അറിയുന്ന ഈ അറിവ് ചക്ഷുദ്വാര രൂപോപരക്ത, അതിന് കരണങ്ങൾ ആവശ്യമാണ്, ചക്ഷുന്ദ്രിയം വേണം, അത് രൂപോപരക്ത, അത് ബാഹ്യമായ രൂപം, ഓരോ ഇന്ദ്രിയങ്ങൾക്കനുസരിച്ച് രസം, ഗന്ധം, സ്പർശം ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി കൂടിച്ചേർന്നിട്ട് ഉപരക്തമായി എന്ന് വെച്ചാൽ കൂടിച്ചേരുക. ജായമാന ഏവ, അപ്പോൾ പറയുന്നത് ഉണ്ടായി, എനിക്കറിവുണ്ടായി, എനിക്ക് വിഷയങ്ങളെക്കുറിച്ച് ബോധമുണ്ടായി, എന്നെക്കുറിച്ചുള്ള ബോധമുണ്ടായി, ആത്മാവിനെ കുറിച്ചുള്ള ബോധമുണ്ടായി എന്നെല്ലാം പറയുന്നു. അങ്ങനൊന്നും സംഭവിക്കുന്നുണ്ടോ? ഇല്ല എന്ന് പറയുന്നു. വിഷയങ്ങളെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു, തന്നെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു, അതിനെ നിഷേധിക്കുന്നില്ല. പക്ഷെ അതെല്ലാം ബോധം ഉണ്ടാകുന്നത് പോലെ പരമാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല. അതാണല്ലോ പറയുന്നത്. പരമാർത്ഥത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല, എന്നാൽ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നു ജായമാന ഇവ നിത്യ ആത്മദൃഷ്ടിയ സംസൃഷ്ട ഇവ, നിത്യമായിരിക്കുന്ന, അസ്വരൂപമായിരിക്കുന്ന, അപരോക്ഷമായിരിക്കുന്ന ആ ദൃഷ്ടി, അതാണ് ആത്മദൃഷ്ടി. അതുമായിട്ടൊരു ബന്ധമുള്ളതുപോലെ ഇതിനെ അറിയുന്നു, മണക്കുന്നു, കേൾക്കുന്നു, രുചിക്കുന്നു എന്നൊക്കെ താൻ പറയുന്നില്ലേ. തന്റെ പരമാർത്ഥമായിട്ട് അതിനൊരു ബന്ധം ഉള്ളതുപോലെ തത് പ്രതിച്ഛായ തയാ വ്യാപ്തായവ, വസ്തുതന്റെ പ്രതിച്ഛായ, പ്രതിച്ഛായ പോലെ ഒന്ന് ആ ചൈതന്യാഭാസം അന്ധകരണത്തിൽ വരുന്നു. ഇത് കഥയല്ല, നമ്മുടെ അനുഭവമാണ്. ഇതാ ഞാൻ അറിയുന്നു, ഇതിനാണ് പറയുന്നത് ചൈതന്യാഭാസം. ഞാൻ രൂപത്തെ കാണുന്നു, രസത്തെ കാണുന്നു, ഗന്ധത്തെ കാണുന്നു എന്ന് പറയുന്ന ഈ അനുഭവം, ഇതിനാണ് പറയുന്നത് ചൈതന്യാഭാസം. ഇതുകൊണ്ട് വ്യാപ്ത ഏവ, ജ്ഞാനമയമായി സർവവിഷയത്തെയും അറിവുകൊണ്ട് ഗ്രഹിക്കുന്നു. ഗ്രഹിക്കുമ്പോൾ സർവ്വവും ജ്ഞാനമയമായിത്തീരുന്നു. അറിവിൽ വിഷയത്തെ ഗ്രഹിക്കുമ്പോൾ അറിവ് ആ വിഷയത്തെ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജ്ഞാനമയമായിത്തീരുന്നത്. തയാ വ്യാപ്ത ഇവ ജായതേ തഥാ വിനശ്യതി ച, അതാണ് തയാ വ്യാപ്ത, ജ്ഞാനം കൊണ്ട് വ്യാപ്തമായി. ഇവിടെ എന്തെല്ലാം അനുഭവ വിഷയമായി വരുന്നുണ്ടോ, ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളോ, സ്ഥൂലവും സൂക്ഷ്മമോ, ജ്ഞാതവും അജ്ഞാതവുമാണോ, സർവവും എന്താണ്? ജ്ഞാനം വ്യാപ്തമാണ്.
അറിവുകൊണ്ട് അതിനെ പൊതിഞ്ഞിരിക്കുകയാണ്. അതിനറിവിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. എന്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുവിനെ ഞാൻ ഗ്രഹിക്കുമ്പോൾ ഇതിന് അറിവിൽ നിന്ന് പോകാൻ വേറെ ഇടമില്ല. മറിച്ച് അറിവ് ഇതിനെ ഉൾക്കൊള്ളുകയാണ്. ഇതാ ഇത് എന്നിങ്ങനെ അതിനെ ഉൾക്കൊള്ളുകയാണ്. ജ്ഞാനവ്യാപ്തം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ജ്ഞാനത്തെ സർവവ്യാപകം എന്ന് പറയുന്നത്. ബ്രഹ്മാണ്ടം എന്ന് പറയുമ്പോൾ എന്തായി? ജ്ഞാനം വ്യാപ്തമായി. ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് ജ്ഞാനത്തിൽ ഉൾപ്പെട്ട് കഴിയും. പക്ഷെ എന്നാലും ബ്രഹ്മാണ്ടം എന്ന് പറയുന്ന ഈ ജ്ഞാനം അടുത്ത നിമിഷം നശിച്ചു പോകും. പിന്നെ മറ്റൊരു ജ്ഞാനം ഉണ്ടാകുന്നു. അതുകൊണ്ട് എന്ത് വരുന്നു? ജായത്തെ തഥാ വിനശ്യതിച്ച, ഉണ്ടാകുന്നു, നശിക്കുന്നു ഈ അറിവ്. തേന ഉപചര്യതേ, അതുകൊണ്ട് പറയുകയാണ്. ദുഷ്ട സദാ പശ്യന്നവി പശ്യതിന പശ്യ പറയുന്നു. ഞാനിപ്പോ അറിയുന്നു, ഇപ്പൊ അറിയുന്നില്ല. പശ്യന്ന പിന്നെ പശ്യതി, അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ. ഇപ്പൊ അറിയുന്നു ആണെങ്കിൽ നമ്മുടെ പ്രസിദ്ധമായ ഉദാഹരണത്തിലേക്ക് പോവാം. ഞാനിപ്പോ അറിയുന്നു, സുഷുപ്തിയിൽ അറിയുന്നില്ല. തന്നെക്കുറിച്ചായി പറയുന്നത്. സ്വയം അപരോക്ഷമായി അറിവായിരിക്കുന്ന തന്നെക്കുറിച്ച് പറയുന്നു. ഞാനിപ്പോ അറിയുന്നു, അവിടെ പോകുമ്പോൾ അറിയുന്നില്ല. പശ്യന്ന പിന്നെ പശ്യതി. താൻ സ്വയം അറിവായിരുന്നുകൊണ്ടാണിത് പറയുന്നത്. അറിയുന്നു, അറിയുന്നില്ല. എന്തുകൊണ്ട്? ജാഗ്രതയിലെ അന്ധകരണ വൃത്തികളെല്ലാം, അല്ലെങ്കിൽ അന്ധകരണം പരിണമിക്കുന്ന വൃത്തികളായി മാറുന്നു. അവിടെ ചിച്ഛായ വരുന്നു, ധാരാളം അറിവുണ്ടാകുന്നു. അത് ജായത്തെ നശ്യതി, ഉണ്ടാകുന്നു, നശിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നതാണ്, ഇവിടെ അറിവുണ്ട്, ഇവിടെ തന്നെ അറിവില്ലായ്മയുണ്ട് എന്നുള്ളത് സ്പഷ്ട സുഷുപ്തിയിലാണ്. അവിടേക്ക് പോകുമ്പോഴോ ഈ ചിത്തപരിണാമങ്ങളെല്ലാം അവസാനിച്ചു. അതുകൊണ്ടുണ്ടാകുന്ന അറിവെല്ലാം അവസാനിച്ചു. അവിടെ കേവലനായ താൻ ഏകനായി സ്വയം പ്രകാശിക്കുന്നവനായി നിൽക്കുന്നു. അതുകൊണ്ട് പറയുന്നു, ഒന്നും അറിയുന്നില്ല. ഞാൻ അറിയുന്നവനാണെങ്കിലും അറിയാതിരിക്കുന്നു. ഇതുവരെ അറിയാതിരുന്നു, സുപ്തനായി, ഇപ്പോൾ അറിയുന്നവനായിരിക്കുന്നു എന്ന് പറയുന്നു. അതിവിടെയുണ്ട്. ഈ ജാഗ്രത തന്നെ പറയുന്നു, ഞാനിപ്പോൾ ഇതിനറിയുന്നു. അടുത്ത നിമിഷം പറയുന്നു, ഞാൻ അറിയുന്നില്ല. അപ്പോൾ അറിവിനെയും അറിവില്ലായ്മയൊക്കെ തന്നിൽ ആരോപിക്കുന്നത് താൻ സ്വയം പ്രകാശിക്കുന്ന അറിവായിരുന്നു കൊണ്ടാണ് എന്നാണ് പറയുന്നതിന്റെ താല്പര്യം. നതു പുനഃ ദൃഷ്ടു ദൃഷ്ടേ കഥാചിതപി അന്യഥാത്വം. ഒരു തരത്തിലൂടെ അന്യഥാത്വ ചിന്ത വരുന്നു. ഞാൻ ദൃഷ്ടാവ്, ഇതല്ല എന്റെ ദൃശ്യം. ഇതാണ് അന്യഥാത്വ ചിന്ത എന്ന് പറയുന്നത്. വേർപിരിഞ്ഞുള്ള അറിവ് അത് വരാൻ പാടില്ല. നാത്തു പുനഃ ദ്രഷ്ടു ദൃഷ്ടേ, ദൃഷ്ടാവായിരിക്കുന്ന എന്റെ ദൃഷ്ടി, അതിൽ അന്യത്വം വരാൻ പാടില്ല. എന്റെ ദൃഷ്ടി എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ സാധാരണ പറയുന്നത് ഞാൻ സർവസാക്ഷിയായിരിക്കും. എന്റെ സാക്ഷ്യം അത് വരാൻ പാടില്ല. മറിച്ചെന്താണ്? ദൃശ്യം അതിന്റെ സ്വരൂപമായിരിക്കുന്നത്. ഈ ദൃശ്യത്തെ കാണുന്ന ദൃഷ്ടാവായി ഞാൻ, എന്റെ സ്വരൂപമായിരിക്കുന്നത്. അപ്പൊ സ്വരൂപം, അതുകൊണ്ടാണ് ഭാഷ്യകാരനോട് നേരിട്ട് സ്വരൂപത്വം എന്ന ജായതേന വിനശി. സ്വരൂപം എന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ അന്യഥാത്വം വരത്തില്ല. മറ്റേത് ചിന്തയിലും വരുമത്.
തന്റെ ദൃഷ്ടി, തന്റെ അറിവ്, അതിന്റെ സ്വരൂപമായിരിക്കുന്നത്, അത് നേരത്തെ പറഞ്ഞു സ്വരൂപമായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്തതാണ് അതിന്റെ സ്വരൂപം. തന്നിലേക്ക് വന്നാലും അങ്ങനെ തന്നെ. തന്റെ അസ്തിത്വത്തിൽ നിന്ന് തന്നെ മാറ്റാൻ കഴിയത്തില്ല. അത് തനിക്ക് കഴിയത്തില്ല. തനിക്ക് മാറിയിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അത് തന്റെ സ്വരൂപമായതുകൊണ്ട്. അത് ഈ അന്ധകരണമാകുന്ന ഉപാധിയിലൂടെ അനുഭവപ്പെടുമ്പോൾ അഹമസ്മി എന്നതിന് രൂപം വരുന്നു. സ്വാഭാവികമായ രൂപം വരുന്നുണ്ടെങ്കിലും അതെന്താണോ? തനിക്കതിൽ നിന്ന് മാറാൻ കഴിയില്ല. അസ്തിത്വത്തിൽ വിഷയങ്ങളെ മാറാൻ കഴിയും. അധിഷ്ഠാവായിരിക്കുന്ന തന്റെ ആ സ്വരൂപവും ദൃശ്യമായിരിക്കുന്നവയുടെ സ്വരൂപവും അത് തന്നെ. ഇപ്പൊ ദർശനം എന്ന് പറയുന്ന അറിവിന്റെ സ്വരൂപം കുറച്ചുകൂടെ സ്പഷ്ടമാണ്. അത് അറിവായിരിക്കുന്ന എന്തുകൊണ്ട്? ഈ അന്ധകരണം എന്ന് പറയുന്ന ഉപാധി ഒന്നുകൊണ്ട്. മറിച്ചാണെങ്കിലും അത് കേവലമായ സ്വരൂപമായ ഉപാധിയെ നീക്കിക്കഴിഞ്ഞാൽ അറിവാണ്. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? കഥാചിതപി അസ്യ അന്യധാത്വം. ഇതിൽ അന്യധാത്വം വരുന്നില്ല ഈ രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ. തന്റെ സ്വരൂപത്തിന്റെ സ്ഥിതി എന്താണ്? കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇവിടെ തത്വമൊന്നും നമ്മൾ തത്വം എന്നുള്ള ഒരു പേരിട്ട് വിളിക്കുന്നു. ബാക്കി എന്തൊക്കെ അതിനെക്കുറിച്ച് പറയുന്നു അതല്ല അതിന്റെ വിശേഷണങ്ങൾ. തത്വം എന്ന് പറഞ്ഞാലും ആത്മാവെന്ന് പറഞ്ഞാലും ബ്രഹ്മമെന്ന് പറഞ്ഞാലും ഏകമെന്ന് പറഞ്ഞാലും സർവമെന്ന് പറഞ്ഞാലും എല്ലാം അതിന്റെ വിശേഷണം. ആ വിശേഷങ്ങളിലൂടെ അതിന്റെ ആ തത്വത്തിന്റെ പരമാർത്ഥ സ്ഥിതിയെ ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പരമാർത്ഥ സ്ഥിതിയെ ബോധിപ്പിക്കുകയാണ്. അതിനുള്ള ഉപായങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ഏത് വിശേഷങ്ങൾ ഉപയോഗിച്ചാലും ശരി, അത് എങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചാലും ശരി, ബോധിക്കുന്ന തത്വം പരമാർത്ഥമായ തത്വം, അത് തന്റെ സ്വരൂപം, അത് സർവത്തിന്റെ സ്വരൂപമായിരിക്കുന്നു. കഥാചിത് അന്യഥാത്വം, അതിൽ നിന്ന് ഇതിനെയൊന്നും വേർതിരിക്കാൻ സാധ്യമല്ല. തഥാച പക്ഷേതി ഷഷ്ഠീധ്യായതീവ ലേലായതീവ പറയും. ഈ അനുഭവം സദാ ഉള്ള അനുഭവം, ഞാൻ ശ്രവിക്കുന്നു, ഞാൻ മനനം ചെയ്യുന്നു, ഞാൻ നിശ്ചയിക്കുന്നു, ഈ അനുഭവം അവിടെ ഒരു ഇവ കൂടെ ചേർത്ത്. ഞാൻ ധ്യാനിക്കുന്നു എന്നല്ല, ഞാൻ ചിന്തിക്കുന്നു എന്നല്ല, ഞാൻ ചിന്തിക്കുന്നത് പോലെ. എന്തുകൊണ്ട്? തന്റെ സ്വരൂപം എന്ന് പറയുന്ന പ്രകടമാകുന്ന ഒരു ദൃശ്യമാണ് ചിന്ത എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അതിന്റെ സ്വരൂപം പരമാർത്ഥമാണെങ്കിൽ ഇത് പരമാർത്ഥമല്ല. അപ്പൊ അവിടെ ചേർക്കും ഇവ, ചിന്തിക്കുന്നത് പോലെ, അറിയുന്നത് പോലെ. അതൊരു പരിണാമമാണ് ചിത്തത്തിന്റെ സ്വരൂപം. അപരിണാമിയാണ്, അവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നറിയുക. അന്നറിയിച്ചു തരാൻ വേണ്ടി ശ്രുതി പറയുന്നു, ധ്യായതീവ, ചലിക്കുന്നത് പോലെ, ലേലായതീവ. ഇത് മാനസികമായ ചലനമാണ് ചിന്ത, ശാരീരികമായ ചലനമാണ് കർമ്മങ്ങൾ. ഇതേതായാലും ശരി, സർവത്ര ഇവ എന്ന് യോജിപ്പിച്ചോണം. തന്റെ സ്വരൂപത്തിൽ പരമാർത്ഥത്തിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല. ഇതെല്ലാം മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ശരീരത്തിന്റെയും തലത്തിൽ സംഭവിക്കുന്നതാണ്. അതും ശ്രുതി പറയുന്നു. നഹി ദ്രഷ്ടുഹു ദൃഷ്ടേഹേ വിപരിലോകോ വിദ്യതേ. ദ്രഷ്ടാവിന്റെ ദൃഷ്ടി, ദൃഷ്ടി എന്ന് പറയുന്നതിന് ഭാഷ്യകാരാർത്ഥം പറഞ്ഞു ദ്രഷ്ടാവിന്റെ സ്വരൂപം എന്നുവെച്ചാൽ അതിന്റെ പരമാർത്ഥ രൂപം, അതിന്റെ വാസ്തവ രൂപം
ഏതെന്നാണോ ഈ ദൃഷ്ടാവായിരിക്കുന്നത് അതിന് വിപരീലോപവും അതിന് യാതൊരു മാറ്റമില്ല. അത് ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഏകരൂപത്തിലിരിക്കുന്നുണ്ട്. ഈ മൂന്നിൽ നിന്നും വേറിട്ട് അതിനെ പറഞ്ഞ് തുര്യൻ. നാലാമത്തെ എന്നുള്ള അർത്ഥത്തിലല്ല, അതിന്റെ സ്വരൂപം എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഒരു ഭേദമുണ്ടല്ലോ. ജാഗ്രതത്തിനൊരു ഭേദമുണ്ട്, സുഷുപ്തിയിലൊരു ഭേദമുണ്ട്, സ്വപ്നത്തിനൊരു ഭേദമുണ്ട്. നമ്മൾ അറിയുന്നുണ്ട്. ഇവിടെ പറയുന്നു ഞാനിതെല്ലാം അറിയുന്നു. സുഷുപ്തിയെക്കുറിച്ച് പറയുമ്പോൾ രണ്ടാമതൊന്നും അറിയുന്നില്ല. സ്വപ്നത്തെക്കുറിച്ച് പറയുമ്പോൾ വീണ്ടും അറിയുന്നു. ഈ മൂന്ന് ഭേദങ്ങളാണ്. ഇതെന്താണ്? ജായത്തെ വിനശ്യതിച്ച, അത് ഉണ്ടാകുന്നു, നശിക്കുന്നു. മൂന്നും. അപ്പോൾ ഇതിൽ നിന്നും വിലക്ഷണമായൊരു സ്വഭാവം വേണം. എന്താണ്? അത് ഈ മൂന്നിന്റെയും സ്വരൂപമായിരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു അത് ചതുർത്ഥം മന്യന്തേ സ ആത്മാ സവിജ്ഞേയ. അതാണ് നിന്റെ സ്വരൂപം. ആത്മാ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ പറയുന്നത്? ചതുർത്ഥം എന്ന് പറഞ്ഞാൽ ആത്മാ, സ്വസ്വരൂപം. ആത്മശബ്ദത്തിന്റെ അർത്ഥം അതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഭാഷ്യകാരൻ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് മുഴുവൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇത് അദ്വൈത ബോധത്തിന് പരമപ്രധാനമായ കാര്യങ്ങളാണ്. ഒന്ന് സ്വഭാവം, മറ്റൊന്ന് സ്വരൂപം. അത് നിസ്സാരമായൊരു വാക്കാണ്. പക്ഷെ അതിന്റെ താല്പര്യം എന്ന് പറയുന്നത് അദ്വൈത ബോധത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതാണ് ദൃഷ്ടുഹു ദൃഷ്ടേഹ എന്ന് പറഞ്ഞിടത്തും ഈ സ്വരൂപത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ മാറ്റം സംഭവിക്കുന്നില്ല. അതിനെ പശുവിന്റെ കൊമ്പ് പിടിച്ച് കാണിക്കുന്നത് പോലെ വിഷയമാക്കി കാണിക്കാൻ പറ്റത്തില്ല. അതിനതിന്റെ ആവശ്യമില്ല. അത് സ്വയം അപരോക്ഷമായിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് വിഷയമാകേണ്ട ആവശ്യം വരുന്നില്ല. ഈ വസ്തുക്കൾക്കെല്ലാം വിഷയമാകേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അതിനതിന്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് അതിനെ അവിഷയം എന്ന് പറഞ്ഞത് എന്നാണ് ഈ പറയുന്നതിന്റെ താല്പര്യം.